Good morning, teacher. ഗുഡ് മോർണിംഗ്. ഈ ജാസ്മിൻ തുഷാര അല്ലെ? ഇനി ആരാ കേറാത്തതെന്ന്? നീ കേറുമായിരിക്കും ടീച്ചർ. ടൈം ഓക്കെ. ഞാൻ 10 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തു, അതുകൊണ്ട് ഓക്കെ. നമ്മളിന്ന് പുതിയ നമ്മുടെ പബ്ലിക് റിലേഷൻ ചാപ്റ്ററിന്റെ കഴിഞ്ഞായിരുന്നില്ല, ഏകദേശം നമ്മൾ ക്ലോസ് ചെയ്തു അല്ലെ ആ ചാപ്റ്റർ. ദെൻ ഇന്ന് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പബ്ലിക് റിലേഷന് നമുക്കൊരു ഒരു റിവിഷൻ പോലെ ഇത് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ പഠിച്ചെന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ അത്യാവശ്യം ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ അതിന്റെ കുറച്ചും കൂടി നമുക്ക് ഒന്ന് റിവിഷൻ ചെയ്യാനുണ്ട്. ദെൻ നമുക്ക് ഫസ്റ്റ് ഞാനപ്പോ പുതിയൊരു ചാപ്റ്റർ തന്നെ തുടങ്ങാം അല്ലെ. പിന്നെ ആ ചാപ്റ്റർ കുറച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം, നമുക്ക് കുറച്ച് ഭാഗങ്ങളാണ് പറഞ്ഞു വെക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ചാപ്റ്റർ 50 മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കോപ്പി ഉണ്ടോ രണ്ടുപേരുടെയും കയ്യില്? ഇല്ല ടീച്ചർ. ഓക്കെ, സാറില്ല, നമ്മള് സ്ക്രീനിൽ നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ കയ്യിൽ കോപ്പി വേണം കേട്ടോ എന്തായാലും. ഓക്കെ, ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുന്നുള്ളൂ, അധികം ഒന്നും എടുക്കുന്നില്ല. നമ്മൾക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മളിപ്പോ പബ്ലിക് റിലേഷനെ പറ്റിയാണ് പറഞ്ഞത് അല്ലെ. ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ പേഷ്യന്റും രോഗിയും അല്ലെങ്കിൽ ഡോക്ടേഴ്സും തമ്മിലുള്ള ഒരു പബ്ലിക് റിലേഷൻ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ. അപ്പൊ ഇത് അതുമായിട്ട് ചെറിയ രീതിയിൽ ഒരു കണക്ട് ചെയ്തിട്ട് പേഷ്യന്റിന് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുക, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇതിൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ടഫ് ആയിട്ടൊക്കെ തോന്നാൻ കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് ചിലപ്പോ ഒരു എക്സാമ്പിളിലൂടെ പറയാൻ പറ്റില്ല. എന്താണോ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ, അപ്പൊ നിങ്ങൾ അത് തന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് പഠിക്കുക. കുറച്ച് എന്താ പറയാ, ഒത്തിരി മറ്റേ ഒരു പബ്ലിക് റിലേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾക്ക് തന്നെ സ്വയം നിങ്ങൾക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. ഈ ചാപ്റ്റർ കുറച്ചും കൂടി ഒത്തിരി ലെങ്തി ആയിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് കുറേശ്ശെ അല്ലെ, കുറച്ച് പോർഷൻസ് ആയിട്ടാണ് നമ്മൾ എടുത്തു പോകുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ആണ്. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ്, അതായത് രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സംതൃപ്തി നേടുക അല്ലെ. രോഗിയുടെ സംതൃപ്തിയും അല്ലെങ്കിൽ സംതൃപ്തി നിരീക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും, മോണിറ്ററിംഗ് നിരീക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, അതാണ് ആ ഒരു ചാപ്റ്ററിന്റെ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടെ ആർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്? പേഷ്യന്റിനാണ് അല്ലെ, രോഗിക്കാണ് പ്രാധാന്യം നൽകുന്നത് ഈ ചാപ്റ്ററിൽ. ഓക്കെ, നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ കമ്പാരിറ്റീവ് ഫിനോമിനൻ which has been around since 1960s, but active research on the topic was started in late 1970s and early 1980s. This led to substitution of idea of quality of life by more patient-centered concept of quality of life. Patient satisfaction incorporates the patient's perceived requirements, his expectations from health system, and experience of healthcare. This multi-dimensional concept consists of both medical and non-medical aspects of healthcare. ഇൻട്രൊഡക്ഷൻ തന്നെ കുറച്ച് ടഫ് ആയിട്ട് തോന്നി കാണും അല്ലെ. നമ്മൾ പബ്ലിക് റിലേഷൻ പഠിച്ച പോലെ പെട്ടെന്ന് എളുപ്പം അത് നമുക്കൊന്ന് ക്യാച്ച് ചെയ്ത് അതിന്റെ മീനിങ് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ കുഴപ്പമില്ല, എളുപ്പമാണ്. നമ്മളത് വായിച്ചത് പറയാം. ഇതിൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് എന്താണെന്ന് നിങ്ങളതൊന്ന് മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ടേമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നിരിക്കുന്നത് പോലെ തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്താ പറയുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എ കമ്പാരിറ്റീവ് ഫിനോമിനൻ അല്ലെ. അതായത് ഒരു രോഗിയുടെ സംതൃപ്തി എന്ന് പറയുന്നത്, കമ്പാരിറ്റീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പാരിസൺ ചെയ്യുക എന്ന് പറയില്ലേ, ഒന്നിനും മറ്റൊന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മള് ഓരോ വസ്തുക്കളെയോ, ഇപ്പൊ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ ഒരു വസ്തുക്കളേക്ക് നമ്മൾ മറ്റുള്ളവരുടെ വസ്തുക്കളായിട്ട് എന്തെങ്കിലും ആയിട്ട് കമ്പാരിറ്റീവ് ചെയ്യും. ആ ഒരു സെയിം മീനിങ് ആണ് കമ്പാരിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ രോഗിയുടെ സംതൃപ്തി, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് താരതമ്യേന ഒരു പ്രതിഭാസമായിട്ട് കാണുന്നു. അതായത് ഒരു
ഫിനോമിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഭാസം, അതായത് ഒരു പ്രോസസ് ആണല്ലോ അത്. രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു അല്ലെ, അതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട കാര്യം അല്ലെ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതൊരു പ്രതിഭാസമായിട്ടാണ് നമ്മൾ കാണുന്നത്. വിച്ച് ഹാസ് ബീൻ അറൌണ്ട് സിൻസ് 1960s അല്ലെ, അതായത് 1960 മുതൽ ഈ ഒരു 60 മുതൽ ഇത് നിലവിലുണ്ട്. എന്ത് നിലവിലുണ്ട്? രോഗിയുടെ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ രോഗിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകുക എന്നുള്ളൊരു ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസം 1960 മുതൽ നിലവിലുണ്ട് അല്ലെ. Then but active research the topic was started late 1970s. എന്നാൽ ആ ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ സജീവമായിട്ടുള്ള റിസർച്ചുകൾ ഗവേഷണങ്ങളൊക്കെ നടത്തിയത് എന്നാണ് 1970-ലും ദെൻ എന്താ 1980 ആ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ്, തുടക്കത്തിലും ആണെന്ന്. ജസ്റ്റ് ആ ഇയറുകളൊക്കെ ഒന്ന് നിങ്ങൾ ഒന്ന് മനസ്സിൽ ആ ഇയറുകൾ കൂടുതലായിട്ടൊന്ന് എന്താ പറയാ തറപ്പിച്ചൊന്ന് പഠിക്കുക കേട്ടോ. അപ്പൊ പറയുന്നത് ഇത്ര മാത്രം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു താരതമ്യേന നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിഭാസം ആണ് അല്ലെ. ദെൻ ഇങ്ങനെയുള്ള ഒരു ടേം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസം അല്ലെങ്കിൽ പേഷ്യന്റിന് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുക എന്നുള്ളൊരു ആ ഒരു കൺസെപ്റ്റ് വന്നത് എന്നാണ്? തുടക്കത്തിൽ വന്നത് 1960-ലാണ്. ദെൻ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് 1970 ആയപ്പോഴാണ് അതിനെപ്പറ്റി കുറച്ച് ഗവേഷണങ്ങളും, നമ്മൾ പറഞ്ഞില്ലേ സർവേസ് നടത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ഗവേഷണങ്ങളും റിസർച്ചും ഗവേഷണങ്ങളൊക്കെ വന്നത് 1970-ലാണ്. ദെൻ 1980 തുടക്കത്തിലും ഇതിനെപ്പറ്റിയുള്ള സർവേകളും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ട് വന്നിരുന്നു. ഓക്കെ, ഇനി ദെൻ നോക്കാം. This led to substitution of the idea of quantity of life by a more patient-centered concept of quality of life. ഒരു കോട്ട് പോലെ പറഞ്ഞിട്ടുണ്ട്, ക്വാളിറ്റി ഓഫ് ലൈഫ്. എന്താണ് ക്വാളിറ്റി മീൻസ്? നമ്മൾ പറയാറില്ലേ ക്വാണ്ടിറ്റി ക്വാളിറ്റി എന്നൊക്കെ അല്ലെ. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ക്വാളിറ്റി മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അളവ്, ക്വാണ്ടിറ്റി അല്ലെ, അളവ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റാത്ത, മെഷർ ചെയ്യാൻ പറ്റാത്തതാണ്. ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നാൽ ജീവിതത്തിന്റെ ഒരു അളവ് അല്ലെ. ജീവിതത്തിന്റെ അളവ് എന്നൊരു ആശയത്തെ കൂടുതൽ കേന്ദ്രീകൃതമാക്കിയിട്ടാണ് ഇങ്ങനൊരു ആ ഒരു എന്താ പറയാ ഇങ്ങനൊരു ഫിനോമിന വന്നത്. ഫിനോമിന മീൻസ് നമ്മൾ പറഞ്ഞു ഒരു പ്രതിഭാസം, അതായത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനുള്ളിൽ ആ ഒരു ഐഡിയയിൽ പറയുന്നത് മെയിൻ ആയിട്ട് ജീവിതത്തിന്റെ അളവ് എന്ന ആശയത്തിന് ഇമ്പോർട്ടന്റ് കൊടുത്തു. ജീവിതത്തിന്റെ അളവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ? നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗത്തോളം നമ്മൾ എന്താണ് പറയുന്നത്? ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നില്ലേ? ആർക്കും ഒത്തിരി രോഗങ്ങളൊന്നും വരാണ്ട് എപ്പോഴും അങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കുന്നവർ ആരും ഉണ്ടാവില്ല അല്ലെ. എന്തെങ്കിലും സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ നമ്മൾ പോണം അല്ലെ. അപ്പൊ ജീവിതത്തിന്റെ അളവ്, അതാണ് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നൊരു ആ ഒരു ടൈമിനാണ് അവർ ഇമ്പോർട്ടന്റ് നൽകിയിരിക്കുന്നത്. മോർ പേഷ്യന്റ് സെന്റേർഡ് കൺസെപ്റ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെ. ജീവിതത്തിന്റെ അളവ് എന്ന ആശയത്തെ കൂടുതൽ കേന്ദ്രീകൃതമായി ജീവിത നിലവാരം അല്ലെ, അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ്, നിലവാരം. ഞാൻ പറഞ്ഞില്ലേ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ജീവിതത്തിന്റെ നിലവാരം, ജീവിതത്തിന്റെ അളവ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ നിലവാരം, ഈ രണ്ട് കൺസെപ്റ്റിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അവിടം വരെ ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ്സ് ദ പേഷ്യന്റ് പെർസീവ്ഡ് റിക്വയർമെന്റ്സ്, ഹിസ് എക്സ്പെക്ടേഷൻ ഫ്രം ദ ഹെൽത്ത് സിസ്റ്റം ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഹെൽത്ത് കെയർ. This multi-dimensional concept consists of both medical and non-medical aspects of health care. നോക്കാം, രോഗിയുടെ സംതൃപ്തി. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ക്ലിയർ അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പോ എന്താണ് നമ്മൾ പറയുന്നത്? ഒരു രോഗിയുടെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് റീഡ് ചെയ്യണേ, വായിച്ചു നോക്കട്ടെ. അത്രയും ചാരിയാക്കണം പിന്നെ തുടക്കം.
ഓക്കെ, വായിച്ചായിരുന്നോ? ക്ലിയർ ആണോ? നിങ്ങൾ ക്ലിയർ ആണോ? കുറച്ച് ചെയ്തതാണ് കേട്ടോ അവിടെ പറയണത്. വോയിസ് കുഴപ്പമില്ലല്ലോ? ജാസ്മിൻ, ഷാരോൺ എല്ലാരും ഓക്കെ അല്ലേ? യെസ് ടീച്ചർ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് രോഗിയുടെ സംതൃപ്തി അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. രോഗിയുടെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗിയുടെ ആവശ്യകതയെ ഉൾക്കൊള്ളും അല്ലെ. നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അല്ലെ, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിച്ചാലല്ലേ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് പറയാറുള്ളൂ. ഇപ്പൊ ഏതൊരു ഫീൽഡിൽ പോയാലും നമ്മൾക്ക് അവിടുത്തെ പ്രവർത്തികൾ നമ്മൾക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് എല്ലാം അത് ഉപകരിക്കുന്നു എന്ന് കണ്ടാൽ മാത്രമല്ല നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് നമ്മൾ പറയാറുള്ളൂ. സെയിം, അതായത് രോഗിയുടെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗിയുടെ ആവശ്യകതയെ ഉൾക്കൊള്ളുന്നു അല്ലെ. ഇനി ആരോഗ്യ സംവിധാനത്തിൽ നിന്നും, അതായത് ഹെൽത്ത് സിസ്റ്റത്തിൽ നിന്നും, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കെയറിന്റെ അനുഭവത്തിൽ നിന്നുമുള്ള ആ ഒരു രോഗിയുടെ പ്രതീക്ഷകളാണ് അവന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഒരു നഴ്സിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ഹോസ്പിറ്റലിലെ മറ്റു സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നോ, അങ്ങനെയുള്ള അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടീവും, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു ട്രീറ്റ്മെന്റും കെയറും കാര്യങ്ങളൊക്കെ ലഭിച്ചാൽ മാത്രമേ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ട് ആ പേഷ്യന്റിന് പറയാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പോ ഇനി നമ്മൾ പറഞ്ഞത് മൾട്ടി ഡയമെൻഷണൽ കൺസിസ്റ്റ് ഓഫ് ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് കെയർ അല്ലെ. അതായത് ഈ ഒരു മൾട്ടി ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ആയിട്ടുള്ള ഒരു ആശയം നമ്മൾ പറഞ്ഞില്ലേ, ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ അളവ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആ ഒരു നിലവാരം. ഈ ഒരു രണ്ടാശയങ്ങൾ, ഇങ്ങനെയുള്ളൊരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ആരോഗ്യ സംരക്ഷണത്തിന്റെ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ വശങ്ങൾ ഉൾക്കൊള്ളുന്നു. അതായത് മെഡിക്കൽ അല്ലാത്ത ഒരു വശങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയില്ലേ? ഓക്കെ, തുഷാര ഒന്ന് ഫസ്റ്റ് പോർഷൻ ഒന്ന് വായിച്ചേ. ഇൻട്രൊഡക്ഷൻ. Patient satisfaction is a comparative phenomenon which has been around since the 1960s, but active research on the topic was started in late 1970s and early 1980s. This led to the substitution of the idea of quantity of life by a more patient-centered concept of quality of life. Patient satisfaction incorporates the patient's perceived requirements, his expectations from the health system, and experience of health care. This multidimensional concept consists of both medical and non-medical aspects of health care. ഓക്കെ, തുഷാര എന്താണ് അവിടെ മനസ്സിലാക്കുന്നത്? നമ്മൾ അത് പറഞ്ഞു നോക്കിയപ്പോ ഞാൻ പറഞ്ഞില്ലേ മീനിങ്, പറഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്പാരേറ്റീവ് ഫിനോമിനൻ ആണ്. അത് 1960s തൊട്ട് ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട്. റിസർച്ച് അതൊരു ടോപ്പിക്കായിട്ട് വന്നത് ലേറ്റ് 1970s ഏർലി 80s ആണ്. ഓക്കെ, രണ്ട് മെയിൻ ആയിട്ട് രണ്ട് പോയിന്റ് എന്താണ് അവരവിടെ പറയുന്നത്? ഓഫ് ലൈഫും പേഷ്യന്റിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനും സെന്റർ ചെയ്താണ് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു രോഗിയുടെ പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഹെൽത്ത് അവരുടെ റിക്വയർമെന്റ്സിനെ ആശ്രയിച്ചാണ് ഒരു പേഷ്യന്റിന്റെ സംതൃപ്തി എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും മാത്രമാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് ആ പോർഷനിൽ പറയുന്നത്. ഫസ്റ്റ് പോർഷൻ ക്ലിയർ ആണല്ലോ? പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ആ മീനിങ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് സെക്കൻഡ് പാരഗ്രാഫിലോട്ട് പോണേണ്. നോക്കാം സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ് ഷാരോൺ ഒന്ന് വായിച്ചേ. സെക്കൻഡ് പാരഗ്രാഫ്. Patient satisfaction measure. വായിച്ചോളൂ. Patient satisfaction measure of. Patient satisfaction is a measure of the extent to which the patient is satisfied with the health care which they got from their health care provider. Patient satisfaction is concerned with how patient assess
the quality of their healthcare experience. It is the increasingly being evaluated in the surveys of healthcare settings as a maker of a quality of care, together with other dimension of quality like assess relevance to requirement, effectiveness and efficiency. Okay. ഷാരോൺ വായിച്ചിട്ട് എന്തെങ്കിലും ഐഡിയ ഒക്കെ കിട്ടിയോ? നമുക്ക് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോ കിട്ടില്ല മീനിങ്. ഓക്കെ, എന്നാലും ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ഷാരോൺ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ നോക്കിയാ പാരഗ്രാഫിൽ നിന്ന്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒരു ഹെൽത്ത് കെയറിന് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ വേണ്ടി ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നിന്ന് ആ ഒരു രോഗിയുടെ ലഭിച്ച ആ ഒരു ആരോഗ്യ പരിരക്ഷകളെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നിന്ന് എത്രത്തോളം കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു നഴ്സിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നോ, അതാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവരുടെ ഭാഗത്തു നിന്ന് എത്രത്തോളം നല്ല രീതിയിൽ അവർക്ക് ഒരു പെരുമാറ്റം ലഭിച്ചു അല്ലെങ്കിൽ ലഭിച്ച ആരോഗ്യ ആ ഒരു പരിരക്ഷയിൽ എത്രത്തോളം സംതൃപ്തനാണ് എന്നതിന്റെ ഒരു അളവാണ് ആ ഒരു മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നെ എന്താണ് പറയുന്നത്? കൺസേൺഡ് വിത്ത്, ആരെയാണ് ഇത് കൺസേൺഡ് ആയിരിക്കുന്നത്? ഓക്കെ, കുറച്ച് ടഫാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും നിങ്ങളെ കൊണ്ട് ഒന്ന് വായിപ്പിച്ചിട്ട് നമുക്ക് മീനിങ് പറയാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല, വായിക്കാം കേട്ടോ. സെക്കൻഡ് ശ്രദ്ധിച്ചിരിക്കുക, സെക്കൻഡ് പാരഗ്രാഫ് ആണ് നോക്കുന്നത്. Patient satisfaction is a measure of the extent to which a patient is satisfied with the health care which they got from their healthcare provider. From healthcare provider, എവിടെ നിന്നാണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നിന്നും. ഹെൽത്ത് കെയർ പ്രൊവൈഡർ മീൻസ് അവർക്ക് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും നൽകുന്ന വ്യക്തികളാണ് ആര്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ഫ്രം ഹെൽത്ത് കെയർ പ്രൊവൈഡർ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്നും ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് ആ ഒരു ആരോഗ്യ അവരുടെ ട്രീറ്റ്മെന്റിലും കാര്യങ്ങളിലും എത്രത്തോളം സംതൃപ്തനാണെന്നുള്ള ഒരു അളവാണ് ആ ഒരു മെഷർ ചെയ്യുന്നത്. അതാണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നിന്നും എത്രത്തോളം അവർക്ക് ആ ട്രീറ്റ്മെന്റും കാര്യങ്ങളും അല്ലെങ്കിൽ എത്രത്തോളം കെയറുകൾ ലഭിച്ചു എന്നതാണ് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ മെഷർ അല്ലെങ്കിൽ അളവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ patient satisfaction is concerned with how patient assess the quality of their healthcare experience. അല്ലെ, നമുക്കറിയാം രോഗിയുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു ആരോഗ്യ പരിചരണത്തിന്റെ ഒരു അനുഭവത്തിന്റെ ഗുണനിലവാരം അല്ലെ. ക്വാളിറ്റി ഓഫ് ദെയർ ഹെൽത്ത് കെയർ, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിലവാരം. നമ്മള് ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ പോയിട്ട് പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിന് ക്വാളിറ്റി ഉണ്ടോ, നമ്മൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങളിൽ കൂടുതൽ ചൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി നമ്മൾ ഓരോന്നിന്റെ നമ്മൾ ക്വാളിറ്റി നോക്കില്ല, അത് നല്ല ഗുണനിലവാരമുണ്ട് അല്ലെ, ഓക്കെ കുഴപ്പമില്ല, നമുക്ക് മറ്റൊരാൾക്കും കൂടി അത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഇത് വാങ്ങിച്ചോളൂ കുഴപ്പമില്ല നല്ല ഗുണനിലവാരമുള്ളതാണെന്നൊക്കെ നമ്മൾ ഓരോ വസ്തുക്കളൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ കേട്ടോ. അതായത് ആ ഒരു ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, ഹെൽത്ത് കെയർ നിലവാരം അനുസരിച്ചിട്ടാണ് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് എത്രമാത്രം നമ്മുടെ നീഡ്സും നമ്മുടെ റിക്വയർമെന്റ്സ് ഒക്കെ നേടി കിട്ടുന്നുണ്ടോ അതാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രമാത്രമാണ് ഈ എല്ലാ പോയിന്റ്സിലും ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് പറയുന്നത് കേട്ടോ. Then it is increasingly being evaluated in surveys of healthcare settings as a maker of quality of care. അതായത് ഒരു ക്വാളിറ്റി ഓഫ് മേക്കർ ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉണ്ടാക്കുന്ന ഒരാളല്ലേ, ജ്യൂസ് മേക്കർ എന്നൊക്കെ പറയാറില്ലേ, അതായത് ആ നിർമ്മാതാവ് അല്ലെ. അതായത് ഒരു പരിചരണത്തിന്റെ ക്വാളിറ്റി ഓഫ് കെയറിന്റെ അതായത് ആ ഒരു പരിചരണത്തിന്റെ നിർമ്മാതാവ് എന്ന നിലയിൽ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിന്റെ സേവനത്തിൽ കൂടുതലായി വിലയിരുത്തുന്നു. അതായത് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ട്രീറ്റ്മെന്റും കാര്യങ്ങളായിക്കോട്ടെ, ബാക്കി പേഷ്യന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസും കാര്യങ്ങളും എല്ലാം ഇതിൽ അസസ്മെന്റ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിലയിരുത്തുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ
together with other dimension of quality like access, relevance to requirements, effectiveness and efficiency. എന്താണ് അവിടെ പറയുന്നത്? ഗുണനിലവാരത്തിന്റെ ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരത്തിന്റെ മറ്റളവുകൾക്കൊപ്പം ലൈക്ക് ആക്സസ്, അതർ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ മറ്റു അളവുകൾക്കൊപ്പം ആവശ്യകതകളിലേക്കുള്ള പ്രവേശനം. മീൻസ് എന്താണ്, റെലവെന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടേ, നമ്മളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതിലേക്കുള്ള കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളിലേക്കുള്ള ആ ഒരു ഇതും കാര്യക്ഷമതയും, കൂടുതൽ രോഗികളുടെ ഒരു സാറ്റിസ്ഫാക്ഷനും കാര്യക്ഷമതയും അവർക്ക് വേണ്ടി ചെയ്യുക എന്നതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. എന്താ, ആ പേഷ്യൻസിന് വേണ്ടുന്ന റിക്വയർമെന്റ്സും അവരുടെ എക്യുപ്മെന്റ്സും അവർക്ക് എന്താണോ അവരുടെ നീഡ്, എന്താണോ അവരുടെ ആവശ്യം, അതെല്ലാം നല്ല രീതിയിൽ ചെയ്യുക, പ്രോപ്പറായിട്ട് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ 3 പേർക്കും? Yes, teacher. ഓക്കെ, നമുക്ക് ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതൊന്നും എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം അതാണ് ടീച്ചർ വളരെ എന്താ പറയാ, വളരെ പതുക്കെ ഓരോ ഇതായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്നത് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ചൊരു ഇത്തിരി എന്താ പറയാ, ഇത്തിരി ടഫായിട്ടുള്ള ഒരു പോർഷൻ ആണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പയ്യെ കുറച്ചൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ സെക്കൻഡ് പാരഗ്രാഫ് ഓക്കെ അല്ലേ? സെക്കൻഡ് പാരഗ്രാഫ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ആരാ? ജാസ്മിൻ അല്ലെ? ജാസ്മിൻ ഒന്ന് സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. അപ്പൊ നമ്മൾ വായിച്ചത് കേട്ടോ. Patient satisfaction is a measure of the extent to which a patient is satisfied with the health care which they got from their healthcare provider. Patient satisfaction is concerned with how patients assess the quality of their healthcare experience. It is increasingly being evaluated in surveys of healthcare settings as a maker of quality of care, together with other dimensions of quality like access, relevance to requirements, effectiveness, and efficiency. എന്താണ് ജാസ്മിൻ ആ പാരഗ്രാഫിൽ പറയുന്നത്? ഒന്ന് ഷോർട്ടാക്കി ഒന്ന് പറഞ്ഞു നോക്കി, മനസ്സിലായതുപോലെ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, പറഞ്ഞു. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് ഇവിടെ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പേഷ്യന്റ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, അത് ഹെൽത്ത് പ്രൊവൈഡറിൽ നിന്ന് സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതാണ്. ഫ്രം ഹെൽത്ത് കെയർ പ്രൊവൈഡർ, അതൊക്കെ അണ്ടർലൈൻ ചെയ്തേക്കണ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഫ്രം ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ, ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നിന്നും അവർ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആണെന്നുള്ളതാണ് അതിന്റെ ഒരു അളവ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അത് കൺസേൺ ചെയ്യുന്നത് ക്വാളിറ്റി ആണ്. ഇത് ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് നിന്ന് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. ഒരു ഗുണനിലവാരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുക. ഓക്കെ, അത് ഇവാലുവേറ്റ് ചെയ്യുന്ന സർവേ ഓഫ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആണ് മേക്കർ ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ. പിന്നെ മറ്റ് അളവുകൾ എഫിഷ്യൻസി ഒക്കെ വേണം. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി നിങ്ങളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിക്കുന്നത് അതൊന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിൽ നിങ്ങളുടെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് വായിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 2 പാരഗ്രാഫ് ഓക്കെയാണ് അല്ലെ? ദെൻ തേർഡ് പാരഗ്രാഫ് നോക്കാം. നമുക്ക് ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കത് ആകെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഷോർട്ടാക്കി ഇങ്ങനെ പറയുന്നത്. ദെൻ നോക്കാം. Patient satisfaction is a vital metric to scale overall healthcare quality. With the help of patient satisfaction surveys, continuous measuring of patient satisfaction and enhancing patient experience can be achieved. It is a valuable tool to catch patient feedback without much effort. Patient satisfaction was evaluated by a questionnaire developed with a patient which gathered information about the time spent at appointments, travel costs, and perceptions of quality of service, etc. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? 3 പേർക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ വായിച്ചത്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ഒരാള് നിങ്ങളൊന്നും കൂടി വായിക്കാം. 3 പേരും ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാട്ടോ. ആ പാരഗ്രാഫ് ഒന്ന് വായിക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു 2 സെക്കൻഡ് തരാൻ, വായിച്ചു നോക്കട്ടോ. തേർഡ് പാരഗ്രാഫ്.
വായിച്ചോ? ഓക്കെ, വായിച്ചില്ലേ മൂന്നുപേരും തേർഡ് പാരഗ്രാഫ്? ഓക്കെ, എന്നിട്ട് ആർക്കും മീനിങ് മനസ്സിലായില്ല? തുഷാര, ഷാരോൺ, ജാസ്മിൻ, മൂന്നുപേർക്കും എന്താണ് ഒരു എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ടീച്ചർ, പറഞ്ഞോളൂ. ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റിയെ മെഷർ ചെയ്യുന്ന ഒരു സ്കെയിലായി കാണുന്നത്, ഒരു വൈറ്റൽ ഫംഗ്ഷൻ ആയിട്ട് കാണുന്ന പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, വൈറ്റൽ മെട്രിക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അനുസരിച്ച് ഈ കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അത് വികസിപ്പിക്കുന്നു പേഷ്യൻസ് എക്സ്പീരിയൻസിനെ അച്ചീവ് ചെയ്യാനായിട്ട്. നമ്മൾ സർവേസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പണിയൊന്നും ഇല്ലാണ്ട് അല്ലെ, നമുക്ക് അധികം എന്താ പറയാ കുറെ പണിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് അവർക്കൊരു ക്വസ്റ്റ്യനെയറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സർവേസ് ഒക്കെ നടത്തുന്നതിലൂടെ ആ പേഷ്യന്റിന്റെ നിലവാരം അറിയാൻ പറ്റും. നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെ ഇതുപോലെ ഗുഡ് ഓരോ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് ഗുഡ്, ബാഡ്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനൊരു ടിക്ക് ചെയ്തൊക്കെ കൊടുക്കാറില്ലേ ഓരോ ക്വസ്റ്റ്യനും ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ സേവനം എങ്ങനെയാണ്? അപ്പൊ ഗുഡ് ആണെങ്കിൽ നമുക്ക് ഗുഡിൽ ടിക്ക് ചെയ്യാം, വെരി ഗുഡ് അല്ലെങ്കിൽ എന്താണ് മോശമാണെങ്കിൽ അതിൽ ടിക്ക് ചെയ്യാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യനെയർ പോലെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് നമ്മൾ സർവേകളൊക്കെ പല കാര്യങ്ങളിലും ചെയ്യാറുണ്ട്. നമ്മള് പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ സർവേ ഒക്കെ ചെയ്യാറില്ലേ? അതുപോലെ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും അവരുടെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ ഫുഡിന്റെ റൂം എങ്ങനെയാണ്, ഓക്കെ ആണോ, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സേവനം, നഴ്സസിന്റെ സേവനം, അങ്ങനെ ഓരോ കാര്യങ്ങളും ജസ്റ്റ് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ള സർവീസ് ഒക്കെ ചെയ്യും. അതൊക്കെ എന്താണ് കൂടുതൽ പണിയുള്ള കാര്യമൊന്നുമല്ല, അധികം പ്രയത്നമൊന്നും ഇല്ലാതെ നമുക്ക് ആളുടെ സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു കാര്യമല്ലേ? അതാണ് വിത്തൗട്ട് മച്ച് എഫേർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത് ലാസ്റ്റ് പോർഷനില്? ഒരുപാട് എഫേർട്ട് ഇല്ലാതെ തന്നെ ഇതൊരു വാല്യുബിൾ ടൂൾ ആണ് പേഷ്യന്റ് ഫീഡ്ബാക്കിന്റെ. അത് ക്വസ്റ്റ്യനെയർ പോലെ പേഷ്യൻസിൽ നിന്ന് ഡെവലപ്പ് ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യാം. പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോയിന്റ്മെന്റ്സ്, ട്രാവൽ കോസ്റ്റ്, പെർസെപ്ഷൻ, സർവീസിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ള എല്ലാം പേഷ്യൻസിൽ നിന്നും ഗ്യാദർ ചെയ്യാം. ഓക്കെ, ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം അല്ലെ? നമുക്ക് അത് നിങ്ങൾക്ക് തന്നെ സ്വയം പറയാൻ പറ്റും, എന്തായാലും നമുക്ക് ട്രൈ ചെയ്താൽ പറ്റും. പിന്നെ നമുക്ക് ചിലപ്പോൾ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റില്ല എന്ന് വരാം അല്ലെ? പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ട്രൈ ചെയ്ത് മാക്സിമം നമ്മൾ അങ്ങനെ നോക്കാം അല്ലെ? നമ്മളെ ക്ലാസ്സിൽ നിങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഇന്ററാക്ട് ഒക്കെ ചെയ്യാലോ. അപ്പൊ അതിനാണ് നിങ്ങളെ കൊണ്ടൊക്കെ വായിപ്പിക്കുന്നത് കേട്ടോ. നിങ്ങൾ പറ്റില്ല, എനിക്ക് കിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട, കുഴപ്പമില്ല, തെറ്റണെങ്കിൽ തെറ്റിക്കോട്ടെ, നമുക്ക് പറയുന്നത് പോലെ നമ്മൾ ട്രൈ ചെയ്യാണ്ടിരിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റൽ മെട്രിക്. വൈറ്റൽ മെട്രിക് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു അടയാളം തന്നെയാണ് നമ്മൾ പറയുന്നത്. അതായത് പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ഒരു ആരോഗ്യ സംരക്ഷണ നിലവാരം അളക്കുന്നതിന്, ആരോഗ്യത്തിന്റെ ആ ഒരു സംരക്ഷണ നിലവാരം അളക്കുന്നതിനുള്ള ഏറ്റവും സുപ്രധാന അടയാളങ്ങളിൽ ഒന്നാണ് എന്ത്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കാം, വൈറ്റൽ മെട്രിക് റോൾ ടു ഹെൽത്ത് കെയറിന്റെ എന്താ പറയാ സംരക്ഷണ നിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റൽ മെട്രിക് ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ? ഇനി വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് എന്തിന്റെ സഹായത്താല് നമ്മൾക്ക് ഇങ്ങനെയുള്ള സർവേസും കാര്യങ്ങളും നടക്കാം അല്ലെ? അത് നമുക്ക് വലിയ എന്താ പറയാ ഭാരപ്പെട്ട പണിയുള്ള കാര്യമൊന്നുമല്ല. വിത്തൗട്ട് മച്ച് എഫേർട്ട് ആണ് നമുക്ക് ഇങ്ങനെ പേഷ്യന്റിന് കൊടുക്കാം. അതൊരു എന്താ പറയാ ഒരു ഫീഡ്ബാക്ക് കിട്ടും നമുക്ക് അതിൽ നിന്ന് അല്ലെ? നമ്മൾ ഏതൊരു ഇതിൽ ചെന്നാലും ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സർവേസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാറുണ്ട് അല്ലെ? അപ്പോ സെയിം വേയില് ഒരു ഹോസ്പിറ്റലുകാരും ഇതുപോലുള്ള സർവേസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരാറുണ്ട് അല്ലെ? ഇനി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വാസ് ഇവാലുവേറ്റഡ് ബൈ ഒരു ക്വസ്റ്റ്യനെയർ ഡെവലപ്പ് ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യനെയർ എന്ത് ചെയ്യും? പേഷ്യന്റിന് കൊടുക്കും അല്ലെ? ദെൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ അപ്പോയിന്റ്മെന്റ്സും, ട്രാവൽ കോസ്റ്റ് ആൻഡ് പെർസെപ്ഷൻസ്, ക്വാളിറ്റി ഓഫ് സർവീസസും കാര്യങ്ങളും. ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കും. ഇത്രമാത്രമാണ് ആ ഒരു തേർഡ് പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ആ തേർഡ് പാരഗ്രാഫ് ക്ലിയർ ആയല്ലോ? ഓക്കെ, തുഷാര ഒന്ന് തേർഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. നമുക്ക് മീനിങ് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് വായിക്കാം.
Patient satisfaction is a vital metric to scale overall healthcare quality. With the help of patient satisfaction surveys, continuous measuring of patient satisfaction and enhancing patient experience can be achieved. It is a valuable tool to catch patient feedback without much effort. Patient satisfaction was evaluated by a questionnaire developed with the patients, which gathered information about the time spent at appointments, travel cost, and perceptions of quality of services, etc. ഓക്കെ, മീനിങ് ഇനി റിപ്പീറ്റ് ചെയ്യണ്ടാലോ? മൂന്ന് പേർക്കും ക്ലിയർ ആയില്ലേ? നിങ്ങൾ അധികം ഓവറായിട്ടൊന്നും ചിന്തിച്ച് പോകേണ്ട കാര്യമില്ല. നമ്മൾ ആ ടീച്ചർ പറഞ്ഞ പോലെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മാത്രം വെക്കാം കേട്ടോ. മൂന്നുപേരും ഓക്കെ അല്ലേ? 3 പാരഗ്രാഫ് ക്ലിയർ അല്ലേ? Yes, teacher. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് കേട്ടോ. ഒരു ചെറിയൊരു ഇത് കൂടി ഉള്ളൂ, നോക്കാം. 4th പാരഗ്രാഫ് ആണ്. ഓക്കെ, ഷാരോൺ ഒന്ന് വായിച്ചേ. 4th പാരഗ്രാഫ് വായിച്ചോളൂ. Patient satisfaction surveys are a vital way to scale how your patient feel about their experience with your practice. Satisfied patient are more probable to recommend your practice to other, and they are also less probable to file complaints. Patient satisfaction is considered as one of the most important parameters of quality. The measurement of patient satisfaction is an important tool for research, administration, and planning. ഓക്കെ, ഷാരോൺ വല്ല ഐഡിയ ഉണ്ടാ? വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കി. 3 പേരും ഒന്ന് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കട്ടോ. ഒന്നുകൂടി ജസ്റ്റ് 3 പേരും ഒന്ന് റീഡ് ചെയ്യാ. എന്നിട്ടൊന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ നോക്കാം. എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റീഡ് ചെയ്തില്ലേ? നോക്കാം. Patient satisfaction surveys are vital way to scale how your patient feel about their experience with your practice. അല്ലെ? എന്താണ് അവിടെ പറയുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ്. നമ്മൾ പറഞ്ഞില്ലേ സർവേസ് നടത്തും, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് പണിയൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് അല്ലെ? അപ്പൊ സർവേസിന് നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കുന്നു. ഇനി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് ആർ എന്താണെന്ന് ആ സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കാം. They are vital way to scale how your patient feel about their experience with your practice. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? കുറച്ച് കുഴപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വേർഡാണ്, സെന്റൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ? കാര്യം സിമ്പിൾ ആണ്, ഇത്രേ ഉള്ളൂ. അതായത് ആ ഒരു പേഷ്യന്റിന്റെ അനുഭവത്തെ കുറിച്ച്, ആ ഒരു എന്താ പറയാ, പേഷ്യന്റിന്റെ ഒരു പരിശീലനം അല്ലെങ്കിൽ അനുഭവത്തെ കുറിച്ച് നിങ്ങളുടെ ആ ഒരു പേഷ്യന്റിന്, അതായത് ആ ഒരു നഴ്സസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും അവരുടെ അനുഭവത്തെ കുറിച്ചിട്ട് പേഷ്യന്റ് വിലയിരുത്തുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് എന്താണ് ആ ഒരു അവരുടെ പ്രാക്ടീസിൽ നിന്നും, അതായത് അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളിൽ നിന്നും, അവരുടെ മീൻസ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ഡോക്ടറിന്റെയോ നഴ്സസിന്റെയോ ഭാഗത്തു നിന്നുള്ള ആ ഒരു അനുഭവത്തെ കുറിച്ച് എങ്ങനെ തോന്നുന്നു എന്ന് അളക്കുന്നതിനായിട്ടുള്ള ഒരു എന്താ പറയാ, അളക്കുന്നതിനുള്ള ഒരു മെഷറിങ് ചെയ്യുന്ന ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ ആ ഒരു മെഷറിങ് സ്കെയിൽ ആയിട്ടാണ് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയെ കാണുന്നത്. ക്ലിയർ ആയോ 3 പേർക്കും? Yes, teacher. ക്ലിയർ ആയോ? Yes, teacher. ഓക്കെ, കുറച്ച് കുഴപ്പിക്കുന്ന രീതിയിലുള്ള സെന്റൻസ് ആയിട്ട് അവർ തന്നുള്ളൂ കേട്ടോ. കാര്യം ഇത്രേ ഉള്ളൂ. ഹോസ്പിറ്റലുകാരുടെയും ഡോക്ടറിന്റെയും നഴ്സിന്റെയും ഭാഗത്ത് നിന്ന് അവരുടെ ആ ഒരു നിരീക്ഷണത്തില് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കെയറില് നമ്മൾക്ക് പേഷ്യന്റിന് എന്താണോ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചത് എന്ന് അളക്കുന്നതിന്, അത് അളക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സർവേസ് നടത്തുന്നത്. ഓക്കെ, അത്രമാത്രം ഒന്ന് അറിഞ്ഞു വെക്കുക. Satisfied patients are more probable to recommend your practice to others. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സാധനം വാങ്ങിച്ചു, എന്തെങ്കിലും ഒരു
എന്തൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, പക്ഷെ നമുക്കത് ഉപയോഗിച്ചപ്പോൾ നല്ല രീതിയിൽ നമുക്കത് എഫേർട്ട് ചെയ്തു. ഇപ്പൊ എന്തെങ്കിലും കോസ്മെറ്റിക് സാധനങ്ങളോ എക്സാമ്പിൾ അങ്ങനെയൊക്കെ ഒരു കോസ്മെറ്റിക് സാധനം നമ്മൾ വാങ്ങിച്ചു, അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നമ്മൾ ഉപയോഗിച്ചിട്ട് ആ സംഭവം കൊള്ളാം അല്ലെ, നല്ലതാണ് എന്ന് നമുക്ക് തോന്നിയാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യും, ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, പക്ഷെ എനിക്ക് നല്ലൊരു എന്താ പറയാ നല്ലൊരു അനുഭവം ഉണ്ട്, അത് നല്ലൊരു ഇമ്പ്രൂവ് ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മറ്റൊരാൾക്ക് നല്ലതാണെങ്കിലേ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഒന്നിനും കൊള്ളില്ല, ഒരു ഉപകാരം ഇല്ല, ആ പൈസ പോയി നമ്മളൊരു സാധനം ഉണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യില്ല? മറ്റൊരാൾക്ക് അത് വാങ്ങിക്കാനായിട്ട് ഒട്ടും തന്നെ പറഞ്ഞു കൊടുക്കില്ല. ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണ്ടെന്ന് മാത്രം നമ്മൾ പറയാറുള്ളൂ അല്ലെ. സെയിം അതുപോലെ നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫൈഡ് പേഷ്യന്റ് ആർ മോർ പ്രോബബിൾ ടു റെക്കമെൻഡ് യുവർ പ്രാക്ടീസ് ടു അതേഴ്സ്. ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രോഗികള് അവരുടെ പരിശീലനം മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട്. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഇപ്പൊ ആ ഒരു ഡോക്ടറെ കണ്ടു, പിന്നെ ആ ഡോക്ടറിന്റെ ഒരു പെരുമാറ്റവും അല്ലെങ്കിൽ ആ ഡോക്ടറിന്റെ ആ മെഡിസിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ആ ഒരു പ്രോസസ്സുകളും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള, ചിലപ്പോൾ ആ ഹോസ്പിറ്റലിൽ എല്ലാത്തിനുള്ള നമ്മളൊന്നിനും പുറത്തു പോകേണ്ട ആവശ്യം വരുന്നില്ല, സ്കാനിങ്ങും എക്സ്റേയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നഴ്സസ് അതുപോലെ ഓൾറെഡി നമ്മളുടെ ഒപ്പം അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഒപ്പം എപ്പോഴും നമുക്ക് സപ്പോർട്ടീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച പോലെ നമുക്ക് വേറൊരു നമ്മളുടെ കസിൻസിനോ ആർക്കെങ്കിലും നമുക്കത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇന്ന ഹോസ്പിറ്റലിൽ പോയിക്കോളൂ, നല്ല ഡോക്ടറാണ്, നല്ല ഫിസിഷ്യനാണ്, അവിടുത്തെ നഴ്സുമാരൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും, നമ്മൾ അഡ്മിറ്റ് ആയാൽ പോലും നമ്മളുടെ കൂടെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യും? നമ്മളുടെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ലേ? നല്ലൊരു കാര്യമെടുക്കൽ നമ്മൾ എന്താണ്? തീർച്ചയായും നമുക്ക് മറ്റുള്ളവർക്കും കൂടി അത് ഒരു ശുപാർശ ചെയ്യാനായിട്ട് സാധ്യത കൂടുതലുണ്ടെന്ന്. അതായത് നല്ല തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? പേഷ്യന്റ് കൂടുതൽ പേരോട് കൂടി ഇങ്ങനെ നല്ലതാണ്, സാറ്റിസ്ഫാക്ഷൻ ആണ്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവിടെ നടക്കും, അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യും? ശുപാർശ ചെയ്യും. ഉത്തരം പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, then okay, others, and they are also less probable to file complaints. ഇങ്ങനെ നല്ല സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലൈൻസുകൾ കുറവായിരിക്കില്ല ഹോസ്പിറ്റലില്. നമ്മൾ പറഞ്ഞില്ലേ കംപ്ലൈന്റ് ബോക്സും സജഷൻ ബോക്സ് ഒക്കെ വെക്കാറുണ്ടെന്ന് ഹോസ്പിറ്റലിൽ. അതിലൊക്കെ കംപ്ലൈന്റ് ബോക്സിന്റെ ഒക്കെ പെട്ടി തുറന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? കംപ്ലൈൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. അതായത് നല്ല രീതിയിൽ ആ പേഷ്യൻസിന് ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും അവര് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ അവർക്ക് പിന്നെ കംപ്ലൈൻസ് ഉണ്ടാവുമോ? ഇല്ല, ലെസ് കംപ്ലൈൻസ് ആയിരിക്കും അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ വരുന്നത്. Then patient satisfaction is considered as one of the most important parameters of quality. One of the most important parameters of quality എന്ന് പറയുന്നത് ഗുണനിലവാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്നുള്ളൊരു, ഏറ്റവും മൂല്യവത്തായ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. Then the measurement of patient satisfaction is an important tool. അല്ലെ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾ ആണ്. എന്തിനു വേണ്ടി? റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്. റിസർച്ചിനും അഡ്മിനിസ്ട്രേഷനും ആൻഡ് പ്ലാനിങ്ങിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉപകരിക്കുന്ന ഒരു ടൂൾ ആണ് എന്ത്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടെ ഓവറോൾ ആയിട്ട് പറയുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. അതാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ പറയുന്നത്. അത് പലതരത്തിൽ ഇങ്ങനെ അവര് എന്താ പറയാ സെന്റൻസുകളിൽ ഓരോ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് 4th പാരഗ്രാഫ്. ഓക്കെ ആണല്ലോ 4th പാരഗ്രാഫ്? വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെ, എളുപ്പമായിരുന്നു. കുറച്ചും കൂടി നേരത്തെ പാരഗ്രാഫിനെ അപേക്ഷിച്ച് എളുപ്പമാണ്. ഓക്കെ, ഒരാളൊന്ന് വായിച്ചേ. ഓക്കെ, തുഷാര വായിച്ചോളൂ 4th പോയിന്റ്. Patient satisfaction surveys are a vital way to scale how your patients feel about their experience with your practice. Satisfied patients are more probable to recommend your practice to others, and they are also less probable to file complaints. Patient satisfaction is considered as one of the most important parameters of quality. The measurement of patient satisfaction is an important tool for research, administration, and planning. ഓക്കെ, തുഷാര എന്താണെന്നൊരു മീനിങ്ങും കൂടി ഒന്ന് പറയാമോ? പറഞ്ഞില്ലേ നമ്മള്, ഒന്ന് പറഞ്ഞു നോക്കിയേ.
പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് എന്ന് പറയുന്ന ഒരു വൈറ്റൽ വേ ആണ്. അതായത് ഒരു പേഷ്യന്റിന് നിങ്ങളുടെ പ്രാക്ടീസിനെ കുറിച്ച് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളത് സ്കെയിൽ ചെയ്യാനായിട്ടുള്ള ഒരു വൈറ്റൽ വേ ആണ്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ മോർ പ്രോബബിൾ ടു റെക്കമെൻഡ് യുവർ പ്രാക്ടീസ് ടു അതേഴ്സ്. ഈ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഈ നിങ്ങളുടെ പ്രാക്ടീസിനെ പറ്റി അപ്പൊ കൂടുതൽ ആളുകളോടത്ത് റെക്കമെൻഡ് ചെയ്യാനും അതേപോലെ കംപ്ലൈൻസ് ഫയൽ ചെയ്യുന്നത് കുറയ്ക്കാനും സഹായിക്കും. Patient satisfaction is considered as one of the most important parameters of quality. ക്വാളിറ്റിയുടെ ഒരു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. മെഷർമെന്റ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്. റിസർച്ചിനും അഡ്മിനിസ്ട്രേഷനും പ്ലാനിങ്ങിനും ഒക്കെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സഹായിക്കുന്നുണ്ട്. അല്ലെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷനിൽ. ഇൻട്രൊഡക്ഷൻ ഓക്കെ ആണല്ലോ? 3 പേർക്കും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇൻട്രൊഡക്ഷൻ പാർട്ട്? ഓക്കെ. ദെൻ നെക്സ്റ്റ് ഓരോ സെക്ഷനിലോട്ട് പോണേണ്. ഇതിൽ തുടർന്നിട്ടുള്ളത് ബാക്കി കണ്ടിന്യൂഷൻ ആണ് പറഞ്ഞു വരുന്നത്. ഓരോ പോയിന്റ്സ് ആയിട്ട് തന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ പോയിന്റ്സ് വായിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. 3 പേരും ഓരോരുത്തരായിട്ട് ഓരോ പോയിന്റ്സ് വെച്ച് വായിക്കണം കേട്ടോ. എന്നിട്ട് ഞാനത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഷാരോട് സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഫസ്റ്റ് പോയിന്റ് വായിക്കാം, ഒന്നാമത്തത് കേട്ടോ. Client satisfaction is a decisive index ascertaining the quality service and the way in which they are given by the medical staff. Satisfaction with the physicians, nurse, equipment, housekeeping, billing, and food service are the main determinants of overall satisfaction is the hospitalized patients. എന്താണ് അവിടെ പറയുന്നത്? ഓക്കെ, നോക്കാം. Client satisfaction is a desired index for ascertaining the quality service and the way in which they are given by medical staff. Satisfaction with the physicians, nurse, equipment, housekeeping, billing, and food services are the main determinants of overall satisfaction in ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻസ്. എളുപ്പമല്ലേ? അതായത് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നത്, അതായത് ക്ലയന്റ് മീൻസ് നമ്മളുടെ പേഷ്യന്റ് തന്നെ. ക്ലയന്റിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നത് ഈ ഗുണമേന്മയുള്ള നല്ല രീതിയിലുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സേവനങ്ങളും അല്ലെ സർവീസസ് അല്ലെ സേവനങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ സേവനവും മെഡിക്കൽ സ്റ്റാഫുകൾ നൽകുന്ന രീതിയും ഉറപ്പിക്കുന്നതിനുള്ള ഒരു ഇൻഡെക്സ് ആയിട്ടാണ് ഈ ഒരു ക്ലയന്റ് സാറ്റിസ്ഫാക്ഷനെ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. അവിടെ നിന്ന് നമുക്ക് എന്താണോ ലഭിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടിരിക്കും നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്? സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദി ഫിസിഷ്യൻ, നേഴ്സ്, എക്യുപ്മെന്റ്സ്, ഹൗസ് കീപ്പിംഗ്, ബില്ലിംഗ്, ഫുഡ് സർവീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണോ എന്നത് ഉദ്ദേശിച്ചത് കൊണ്ടാണ്, അതിനെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഒരു ക്ലയന്റിന്റെ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ എടുക്കുന്നത്. അല്ലാണ്ട് ഒരു കാര്യത്തിൽ മാത്രമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു റൂമിന്റെ കാര്യത്തിലായിക്കോട്ടെ, ബില്ലിങ്, അവിടുത്തെ ഫുഡ് എങ്ങനെയാണ്, എക്യുപ്മെന്റ്സ്, ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന്, നഴ്സസിന്റെ ഭാഗത്ത് നിന്ന്, എക്യുപ്മെന്റ്സ്, ഒരു വർക്ക് ചെയ്യാത്ത എക്യുപ്മെന്റ്സ് ഒക്കെയാണ് റൂമിലും കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല. നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യും? കംപ്ലൈന്റ് പോയി പറയും അല്ലെ? ബില്ലിങ്ങിൽ വല്ല പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെല്ലും കംപ്ലൈന്റ് പറയാനായിട്ട്. ഫുഡ് സർവീസ് ടൈമിന് അതിന്റെ ടൈമിൽ ഫുഡ് എത്തിയില്ല അല്ലെങ്കിൽ ഫുഡ് സർവീസ് വളരെ മോശമാണെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, നമ്മൾ കംപ്ലൈന്റ് ചെയ്യും അല്ലെ? അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു സാറ്റിസ്ഫാക്ഷനെ അളക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഓരോ പോയിന്റ്സുകളും. ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിന്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കി ഫസ്റ്റ് പോയിന്റ്. ഇനി ഒന്ന് നിങ്ങൾ 3 പേരൊന്ന് സ്വയം വായിക്കുക. ഇപ്പൊ മീനിങ് പറഞ്ഞില്ലേ, ഇനി ഒന്ന് സ്വയം ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ, ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റിലോട്ട് പോവാലോ. സെക്കൻഡ് പോയിന്റ് കേട്ടോ. ഓക്കെ, ജാസ്മിൻ സെക്കൻഡ് പോയിന്റ്സ് വായിച്ചോ. The patient satisfaction is of predominant importance in ensuring better quality on the way to total quality management, since the patient is the one who decides the quality, who receives the goods or services, who persuades the other to accept it, who decides your market strategies, who provide correct feedback about the performance of the hospital and makes success the program of total quality management. ഓക്കെ, ജാസ്മിൻ എന്തെങ്കിലും മനസ്സിലായോ? ഒന്ന് മീനിങ് ഒന്ന് പറഞ്ഞു നോക്കിയേ. കുഴപ്പമില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ബാക്കി രണ്ടുപേരും ഒന്ന് നിങ്ങളും സ്വയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. മീനിങ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബെറ്റർ ക്വാളിറ്റി ആണ്. ടോട്ടൽ ക്വാളിറ്റി പ്രീഡോമിനന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പ്രധാനമായും എന്നൊക്കെ ഒരു മീനിങ് ആണ് പ്രീഡോമിനന്റ് എന്ന് പറയുന്നത്. ഓക്കെ, the patient satisfaction is of predominant importance in ensuring better quality on the way to total quality management. അല്ലെ, അതായത് എന്താണ്, മികച്ചൊരു, അതായത് ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അല്ലെ, മികച്ചൊരു ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. എല്ലാത്തിലും ഈ പറയുന്നത് എന്താണ്, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ് നൽകേണ്ടത് അല്ലെ, അല്ലെങ്കിൽ അവർക്കാണ് കുറച്ച് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത്. അവരുടെ ആവശ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ എന്താണോ അവർക്ക് വേണ്ടത് അതെല്ലാം ചെയ്തു കൊടുക്കുക എന്നതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ മൊത്തം പറയുന്നത്. ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ നോക്കാം, ക്വാളിറ്റി ഓഫ് മാനേജ്മെന്റ് അല്ലെ, അതായത് ഒരു മികച്ച ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, പ്രീഡോമിനന്റ് ആയിട്ട് പറയുന്നത്. Then, since the patient is the one who decides the quality, who receives goods and services, who persuades the other accept it, who decides your market strategies, who provide correct feedback about the performance of hospital and make success the program of total quality management. അല്ലെ, ഈ ഹൂ എന്നോട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്, പേഷ്യന്റിനെയാണ് കേട്ടോ. അവൻ നമ്മൾ പറയില്ലേ ഹൂ, ആ ഒരു ടേമാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമില്ല. നോക്കാം, ഇപ്പൊ മറ്റുള്ളവരെ അംഗീകരിക്കാൻ, സിൻസ് ദ പേഷ്യന്റ് വൺ ഹു ഡിസൈഡ് ദ ക്വാളിറ്റി, ഹു റിസീവ് ഗുഡ്സ് ആൻഡ് സർവീസ്, ഹു എന്താണ് പെർസുഡേസ് ദ അതർ അക്സെപ്റ്റ് ഇറ്റ്. അക്സെപ്റ്റ് ഇറ്റ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ അംഗീകരിക്കുക. അംഗീകരിക്കുക മീൻസ് അവരുടെ ഒരു പ്രവർത്തനങ്ങളെയൊക്കെ സ്വീകരിക്കുക. നമ്മൾക്ക് നല്ലതാണെങ്കിൽ നമ്മൾ ഓക്കെ നമ്മൾ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കില്ലേ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന്. ആ ഒരു നല്ല പ്രവർത്തനങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ അംഗീകരിക്കുക. പിന്നെ എന്താണ്, ഗുഡ്സും സർവീസസ് ഒക്കെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയല്ലേ പേഷ്യന്റ് എന്ന് പറയുന്നത്. അവനാണ് അവരുടെ സേവനങ്ങളൊക്കെ സ്വീകരിക്കുന്നത്, ആ ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ സ്വീകരിക്കുന്നത്, ദെൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഹു ഡിസൈഡ് മാർക്കറ്റ് സ്ട്രാറ്റജീസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, മാർക്കറ്റ് തന്ത്രങ്ങൾ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, അതുമായിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിന് നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല കേട്ടോ, ആ ഒരു ടൈം തന്നെ നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. ഹു പ്രൊവൈഡ് കറക്റ്റ് ഫീഡ്ബാക്ക് അബൌട്ട് പെർഫോമൻസ്. നമ്മളല്ലേ ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ സർവേകളിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് കൊടുക്കും പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മളാണ് അതിനുള്ള ഫീഡ്ബാക്കും ആ ഒരു എങ്ങനെയാണ് ടോട്ടൽ ക്വാളിറ്റി ഓഫ് മാനേജ്മെന്റ് എന്ന് നമ്മൾ തന്നെയാണ്, പേഷ്യന്റ് ആണ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത്. എന്നൊരു കാര്യം മാത്രമാണ് ഹൂ എന്നോട് ഉദ്ദേശിക്കുന്നത് ആ പേഷ്യന്റിനെയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് പോയിന്റിൽ വരുന്നത്. ഇപ്പൊ ഓക്കെ ആണല്ലോ. ഇനി 3 പേര് ഒന്ന് സെക്കൻഡ് പോയിന്റ് ഒന്ന് സ്വയം ഒന്ന് വായിച്ചു നോക്കിയേ. 2 സെക്കൻഡ് വേഗം വായിക്കാം കേട്ടോ. മീനിങ് മനസ്സിലായില്ലേ? ഇനി ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. മീനിങ് ഒന്ന് മനസ്സിൽ നിങ്ങളൊന്ന് സ്വയം ഒന്ന് മനസ്സിലൊന്ന് ചിന്തിക്കാം കേട്ടോ മീനിങ്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് നെക്സ്റ്റ് വൺ വായിച്ചോളൂ. ഇനി അടുത്ത ആള് വായിച്ചോളൂ കേട്ടോ.
Patient satisfaction are a sign of how the patient has recognized the other qualitative aspects of care and can be used as a substitute measure of those aspects. എന്താണ് അവിടെ പറയുന്നത്? ചെറിയൊരു പോയിന്റ് അല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന പേഷ്യന്റ് എങ്ങനെയാണോ പറഞ്ഞോളൂ. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞില്ല, എല്ലാത്തിലും ഈ ഒരേ ഒരു കാര്യം തന്നെയാണ് ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. കെയറിന്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് റെക്കഗ്നൈസ് ചെയ്യുന്നത് പേഷ്യന്റ് ആയിരിക്കും. പേഷ്യന്റ് അല്ല, നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണോ അല്ലെങ്കിൽ നമ്മുടെ നീഡ്സ് അനുസരിച്ച് നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ അതാണ് ഒരു രോഗിയുടെ സംതൃപ്തി എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് നല്ല രീതിയിൽ സേവനങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ, അതാണ് നമ്മളുടെ സംതൃപ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ. നോക്കാം. Third point, patient satisfactions are a sign of how the patient has recognized the other qualitative aspects of care and can be used as a substitute measure of those aspects. അല്ലെ, അതായത് പരിചരണത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഗുണപരമായിട്ടുള്ള വശങ്ങൾ രോഗി എങ്ങനെ തിരിച്ചറിഞ്ഞു, അതാണ് റെക്കഗ്നൈസ് ചെയ്തു. തിരിച്ചറിയണത് എങ്ങനെയാണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പരിചരണവും മറ്റു സേവനങ്ങളും നമുക്ക് ലഭിച്ചു എന്ന് വരുമ്പോഴല്ലേ നമുക്ക് തിരിച്ചറിഞ്ഞു ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തിരിച്ചറിഞ്ഞു എന്നതിന്റെ ഒരു അടയാളമാണ് ആ ഒരു രോഗിയുടെ സംതൃപ്തി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ വെറുതെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് പറയാൻ പറ്റുമോ? നമുക്കൊരു കാര്യം അതിനകത്ത് ഓക്കെ ആണ് അല്ലെ, എനിക്ക് കുഴപ്പമില്ല, കാര്യങ്ങൾ അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമ്മളുടെ മൈൻഡിൽ തോന്നിയാൽ മാത്രമല്ല നമുക്കത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഒരു പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞത്. അതായത് നമുക്ക് അതിന്റെ ഒരു ഗുണപരമായിട്ടുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിച്ചു എങ്കിൽ നമ്മൾ എന്താണ്, ഓക്കെ ആണ്, സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാൻ സാധിക്കുള്ളൂ. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ക്ലിയർ ആണല്ലോ മൂന്ന് പേർക്കും? കുറച്ച് വളച്ചൊടിച്ച് തന്നു എന്നുള്ളൂ കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാത്തിലും പറയുന്നത് എന്താണ്, പേഷ്യന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് കൊടുക്കുക കേട്ടോ. ദെൻ വേറൊരു കാര്യം നിങ്ങളോട് ഇൻഫോം ചെയ്യണം. അതായത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് ഏതായിരുന്നു? നെക്സ്റ്റ് ക്ലാസ് ഇംഗ്ലീഷ് ആയിരുന്നോ? Yes, teacher. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ടീച്ചറിന്റെ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്കൊരു ഹാഫ് അവറും കൂടി അല്ലെങ്കിൽ ഒരു ഹാഫ് അവർ കൂടി നമുക്ക് ഈ ഒരു ക്ലാസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. വേറെ ക്ലാസ് നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാവില്ല. ടീച്ചർ ലീവ് ആണെന്ന്. അപ്പോ അതുകൊണ്ട് ഈ ഒരു ക്ലാസ് കുറച്ചും കൂടി നിങ്ങൾ ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കണമെന്നില്ല. കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുഴപ്പമില്ലല്ലോ മൂന്ന് പേർക്കും? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് തേർഡ് പോയിന്റ് വരെ പറഞ്ഞു. തേർഡ് പോയിന്റ് വരെ ഓക്കെ ആണല്ലോ? നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വായിക്കാം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി കിട്ടും. ദെൻ നമുക്കിത് ഫോർത്ത് പോയിന്റ് നോക്കാം. ഓക്കെ, ഫോർത്ത് പോയിന്റ് ഞാൻ വായിക്കാം, നോക്കാൻ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നിങ്ങളും സ്ക്രീനിൽ വായിക്കാം. കോപ്പി നാളെ തന്നെ അടുത്ത ദിവസം തന്നെ കോപ്പി കയ്യിൽ വെക്കണം കേട്ടോ. അത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ എന്തായാലും കയ്യിൽ കോപ്പി വേണം. കോപ്പി ഉണ്ടെങ്കിൽ നമുക്ക് പറയുമ്പോൾ നിങ്ങൾ വായിക്കുമ്പോ അണ്ടർലൈൻ ഒക്കെ ചെയ്തൊന്ന് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മൂന്ന് പേരുടെ കയ്യിൽ കോപ്പി വേണം കേട്ടോ. Okay, teacher. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർത്ത് പോയിന്റ് വായിക്കാം. Patient satisfaction is a requirement for attaining the goals of healthcare since it influences the patient's decision to follow prescribed treatments and seek professional healthcare in the future. Patient can evaluate the quality of care they get as they pay attention to all components of care. Disciplines of medicine, the art of care, and the amenities of care. നോക്കാം എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം കേട്ടോ. അതായത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഈസ് എ, വീണ്ടും പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് പറയുന്നത്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ റിക്വയർമെന്റ് അല്ലെ. അതായത് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ആവശ്യങ്ങൾ അല്ലെ. റിക്വയർമെന്റ് ഫോർ അറ്റൈനിങ് ദ ഗോൾസ് ഓഫ് ഹെൽത്ത് കെയർ സിൻസ് it influences patient decision to follow prescribed treatment and seek professional health care. അതായത് പേഷ്യന്റിന്റെ റിക്വയർമെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങള്, ആരോഗ്യ പരിപാലനത്തിന്റെ ലക്ഷ്യങ്ങള്, അവരുടെ ആ ഒരു
അല്ലെ ഗോൾസ് എന്ന് വെച്ചാൽ ലക്ഷ്യങ്ങള്, ആ ആരോഗ്യ പരിപാലനത്തിന്റെ ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിനുള്ള ആ രോഗികളുടെ ആവശ്യകതകള് നിർദ്ദിഷ്ട ചികിത്സകൾ പിന്തുടരാനും ട്രീറ്റ്മെന്റ് പ്രിസ്ക്രൈബ്ഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പിന്തുടരാനും പിന്നെ എന്താ പറയുന്നത് ഹെൽത്ത് കെയർ തേടാനും വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ് ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു ഹെൽത്ത് കെയർ നേടാനും വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയാ അതിന്റെ ആ ഒരു സെക്ഷനെയാണ് നമ്മൾ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ് നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ നേടാനും അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം മീൻസ് എന്താണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരിക്കുന്ന ഒരു അസുഖമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗമായിട്ടായിരിക്കുമല്ലോ അത് മാറണം അല്ലെ, അതിൽ നിന്നൊരു പൂർണ്ണമായിട്ടും നമ്മൾ അതിൽ നിന്നും പൂർണ്ണമായിട്ടും അത് രോഗവിമുക്തരാവണം, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോ നമ്മുടെ പേഷ്യന്റിന്റെ നമുക്ക് എന്താണ് അതിനുള്ള ഒരു ലക്ഷ്യം നേടണം അല്ലെ, അല്ലെങ്കിൽ ആ ഒരു രോഗികളുടെ ആവശ്യകത അല്ലെങ്കിൽ എന്താ നിർദ്ദിഷ്ട ചികിത്സകൾ തുടരണം എന്നതൊക്കെയാണ് നമ്മളുടെ ഒരു ലക്ഷ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. Then patient can evaluate the quality of care they get as they pay attention to all components of care. പേഷ്യന്റിന്റെ ഇവാലുവേറ്റ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എന്താ അവരുടെ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യുക എന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഓൾ കോമ്പോണൻസ് ഓഫ് കെയർ, എല്ലാ കോമ്പോണൻസും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ദ സയൻസ് ഓഫ് മെഡിസിൻ, മെഡിസിന്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ കെയറിന്റെ കാര്യത്തിലോ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾക്ക് കിട്ടുന്ന സേവനങ്ങളും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണതും അല്ലെങ്കിൽ എന്താണ് മെഡിസിന്റെ കാര്യത്തിലും കെയറിന്റെ കാര്യങ്ങളിൽ എങ്ങനെയാണോ അതാണ് ഒരു രോഗിയെ സംബന്ധിച്ച് ആ ഒരു രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 4th പോയിന്റ് വായിച്ചു നോക്കാം. 3 പേരും വായിക്കാം കേട്ടോ. ഓക്കെ അല്ലേ, വായിച്ചില്ലേ? ഒരാളൊന്ന് വായിക്കാമോ 4th പോയിന്റ്സ്? Patient satisfaction is a requirement for attaining the goals of healthcare since it influences the patient's decision to follow prescribed treatments and seek professional healthcare in the future. Patients can evaluate the quality of care they get as they pay attention to all components of care, the science of medicine, the art of care, and the amenities of care. ഓക്കെ, മീനിങ് മനസ്സിലായല്ലോ? റിപ്പീറ്റ് ചെയ്യണോ? മീനിങ് ഇനി വേറൊന്നുമല്ല, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നത് എന്താ പറയാ ഒരു ആരോഗ്യ പരിപാലനത്തില് അവരുടെ ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിനുള്ള കൈവരിക്കുക അല്ലെങ്കിൽ രോഗികളെ സംബന്ധിച്ച് അവരുടെ നിർദ്ദിഷ്ട ചികിത്സ തുടരാനായിട്ടും അല്ലെങ്കിൽ അവർക്കുള്ള കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് അവര് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അമൻഡീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങൾ എന്നാണ് കേട്ടോ മീൻസ്. അമൻഡീസ് പുതിയൊരു ടേം അല്ലേ? 3 പേരിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അമൻഡീസ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, അമൻഡീസ് എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങള് സേവനങ്ങളൊക്കെ അതായത് എല്ലാ ഫെസിലിറ്റീസ് എന്നുള്ള ആ ഒരു സെയിം മീനിങ് തന്നെയാണ് അമൻഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് 5th പോയിന്റ് നോക്കാം. Hospital satisfaction questionnaire asked respondents general questions in connection with the reception, administration, hospital cleanliness, signage, hospital food, etc. And patient satisfaction survey is important from the view of improvement of quality of service and to achieve the maximum satisfaction of the inpatients. അല്ലേ, എളുപ്പമല്ലേ? മനസ്സിലായോ? ഒരാളൊന്ന് പറഞ്ഞതൊന്നും എളുപ്പമല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ, 3 പേരൊന്ന് വായിക്കാം കേട്ടോ. വായിച്ചിട്ട് ആർക്ക് വിശദീകരിക്കാൻ പറ്റുമെന്ന് നോക്കിയേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ.
ഓക്കെ, വായിച്ചോ? ഓക്കെ, വിശദീകരിക്കാൻ പറ്റുമോ രണ്ടുപേരില്? ജാസ്മിൻ, ഓക്കെ, ഷാരോൺ, തുഷാര. ഓക്കെ, ഷാരോൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്താണ് 5th പോയിന്റിൽ പറയുന്നത്? എന്ത് മനസ്സിലായി ഷാരോണിന് വായിച്ചപ്പോ? പറഞ്ഞു ഷാരോൺ, കുഴപ്പമില്ല, മനസ്സിലായതുപോലെ പറഞ്ഞാ മതി. ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റിനെയർ നമ്മൾ പറഞ്ഞില്ലേ, ക്വസ്റ്റിനെയർ കൊടുക്കുന്ന്. പറഞ്ഞോളൂ. ക്വസ്റ്റിനെയർ, അതുപോലെ തന്നെ അതിന്റെ ഒരു നല്ല റെസ്പോൺസ്. ആ ക്വസ്റ്റിനെയറിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? ആ ഓരോ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞേക്കണം, കണ്ടോ? റിസപ്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ഹോസ്പിറ്റൽ ക്ലിയറൻസ്, സിഗ്നേജ്, ഹോസ്പിറ്റൽ ഫുഡ്. ഓക്കെ, ശരൺ പറഞ്ഞതൊക്കെ ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 5th പോയിന്റ്, ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റിനെയർ ആസ്ക്ഡ്. ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റിനെയർ ആസ്ക്ഡ്, അത് പറയുന്നത് എന്താണെന്ന്, അതായത് ക്വസ്റ്റിനെയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. റെസ്പോണ്ടൻസ് ജനറൽ ക്വസ്റ്റ്യൻസ് ഇൻ കണക്ഷൻ വിത്ത് റിസപ്ഷൻ അഡ്മിനിസ്ട്രേഷൻ. റിസപ്ഷൻ ആയിട്ടോ അഡ്മിനിസ്ട്രേഷൻ ആയിട്ടോ കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റിനെയറിൽ ഉൾപ്പെടുത്തിയിരിക്കും. ഹോസ്പിറ്റൽ ക്ലീൻലെസ്, ഹോസ്പിറ്റലിന്റെ ക്ലീനിങ്ങും ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ റൂം ക്ലീനിങ് അല്ല, ഒരു ബാത്റൂം ക്ലീൻ അല്ല, നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളപ്പത്തിന് കംപ്ലൈന്റ് കൊടുക്കില്ലേ? ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റിനെയർ ആയിരിക്കും നമുക്ക് തരുന്നതെന്ന് സാറ്റിസ്ഫാക്ഷൻ നോക്കാൻ വേണ്ടി. അപ്പൊ എന്താ, ഒരു ക്ലീൻലെസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മള്? വെരി ബാഡ് ഇട്ട് അങ്ങോട്ട് കൊടുക്കും, ടിക്ക് ചെയ്ത് കൊടുക്കും അല്ലെ? വെരി ഗുഡ് ഇടാറുണ്ടാ? ഇല്ല. അപ്പൊ നമ്മള് ബാഡ് ആയിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കും. പിന്നെന്താ പറഞ്ഞത്? സൈനേജ്, സിഗ്നേജ്. സൈനേജ് മീൻസ് നമ്മൾ പറഞ്ഞില്ലേ, ഓരോ നമ്മൾ റൂമിലോട്ടൊക്കെ പെട്ടെന്ന് എന്താ നമുക്ക് റൂം നമ്പറും അല്ലെങ്കിൽ നെയിമും അതൊക്കെ എഴുതി വെക്കാറില്ലേ? അതിനെന്തെങ്കിലും അതിനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദെൻ ഹോസ്പിറ്റലിലെ ഫുഡ് ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മളെ ക്യാൻറ്റീനിലോ അല്ലെങ്കിൽ ഫുഡ് ഓൾറെഡി നമുക്ക് റൂമിൽ എത്തിക്കുന്ന ചില ഹോസ്പിറ്റലൊക്കെ ഇന്ന കറക്റ്റ് ടൈമില് ഫുഡ് എത്തിക്കും. അപ്പൊ ഫുഡിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടോ, അല്ലെങ്കിൽ ഫുഡ് നീറ്റ് അല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് ഫുഡ് പരമായിട്ടുള്ള ഡീറ്റെയിൽസും ഈ ക്വസ്റ്റിനെയറിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ട് കാണും. അത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ക്വസ്റ്റിനെയറിൽ ഉൾക്കൊള്ളിക്കുന്നത്. Then patient satisfaction survey is important from the view of improvement of quality of service. അല്ലെ? ഒരു ഗുണനിലവാരം, നമ്മളുടെ അവരുടെ ഹോസ്പിറ്റലിന്റെ സർവീസിന്റെ ഗുണനിലവാരം ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു സർവേ എടുത്തൂടെ? ഇങ്ങനെയുള്ള സർവേ നമ്മൾ ഒരാളോട്, എല്ലാ പേഷ്യൻസിനോടും ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോയി ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അതിനുവേണ്ടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, വിത്തൗട്ട് എഫേർട്ട് ആണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നത് അല്ലെ? നമുക്കധികം കൂടുതൽ പണിയൊന്നും കൂടാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റിനെയർ കൊടുത്തിട്ട് അവരോട് അത് ആൻസർ ചെയ്തിട്ട് ആ ക്വസ്റ്റിനെയർ വായിച്ചിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? ആ ഒരു ക്വസ്റ്റിനെയറിന് വിലയിരുത്തണേണ് ഓരോരുത്തര്. ഓരോ കാര്യങ്ങളൊക്കെ വെരി ബാഡ് ഇട്ടേക്കണ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ വെരി ഗുഡ് ഇട്ടേക്കണ എത്ര പേരുണ്ട്, അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യാനാണ് അല്ലെ? അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ക്വാളിറ്റി സർവീസിന്റെ. അപ്പൊ ഇങ്ങനെയുള്ള ഇടയ്ക്ക് നമ്മളൊരു ക്വസ്റ്റിനെയർസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ആ ഹോസ്പിറ്റലിലെ ഒരു ക്വാളിറ്റി ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ടു അച്ചീവ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ ഇൻപേഷ്യൻസ്. അതുപോലെ തന്നെ എന്താണോ പേഷ്യൻസിന്റെ കുറവുകൾ അല്ലെ, അവർ എന്തിലൊക്കെയാണോ കൂടുതൽ ബാഡായിട്ട് ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ കുറവ്, അതെല്ലാം അവർക്ക് മാക്സിമം അച്ചീവ് ചെയ്ത് അല്ലെങ്കിൽ അത് പരിഹരിച്ചിട്ട് അത് നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് 5th പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ഇനി 3 പേര് 5th പോയിന്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. മീനിങ് മനസ്സിലായില്ലേ? ഇനി ഒന്ന് വായിച്ചു നോക്കാം.
ഓക്കെ അല്ലേ? ഫിഫ്ത് പോയിന്റ് 3 പേർക്കും ഓക്കെ. തുഷാര, ഷാരോൺ അല്ലെ, ജാസ്മിൻ പോയോ ക്ലാസ് കഴിഞ്ഞോർത്ത്? ബോറായി തുടങ്ങിയ? ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒന്ന് ഫിഫ്ത് പോയിന്റ് വരെയും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ദെൻ നമുക്കൊരു ഒബ്ജക്റ്റീവ്സ്, ഒരു 5 ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് എടുക്കുന്നുള്ളൂ, ഓവറായിട്ട് എടുക്കുന്നില്ല കേട്ടോ. ഒബ്ജക്റ്റീവ്സ് വരെ നമുക്ക് അത്രയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു വെച്ച് നോക്കാം, ടൈം പോലെ നോക്കാം കേട്ടോ. നോക്കാം. ദെൻ ഒരു 5 ടൈപ്പ്. ഓക്കെ, നമുക്ക് ടൈം പോലെ നോക്കാം. ഒബ്ജക്റ്റീവ്സ് കേട്ടോ. ഇനി എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലക്ഷ്യങ്ങൾ അല്ലെ. ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഇങ്ങനെയൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഫസ്റ്റ് ഒന്ന് ഞാൻ ടോട്ടലി എല്ലാ ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിക്കാം. നിങ്ങൾ എന്റെ ഒപ്പം തന്നെ മനസ്സിലൊന്ന് വായിച്ചു പോവുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, healthcare institutions are basically patient-centric. Second, patient satisfaction is the strongest determinant of hospital functioning. Ultimate goal of this hospital is the contentment of its customer, not only to satisfy and care for patient and families, but also positive outcomes for the staff, the community and health organization. Patient satisfaction relies on workers' motivation, dedication, and duty towards the patient. ഏതെങ്കിലും പോയിന്റ്സ് മനസ്സിലായോ രണ്ടുപേർക്കും? ഷാരോ, തുഷാര ഇവിടെ ഇല്ലേ രണ്ടുപേരും? ഓക്കെ, റിപ്ലൈ ഒന്നും പറയുന്നില്ല രണ്ടുപേരും. ക്ലാസ് കേട്ട് ഉറങ്ങിപ്പോയോ രണ്ടുപേരും? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക്. ശരിയാണ് അല്ലെ. അതായത് ഓരോ ഹെൽത്ത് കെയർ ആരോഗ്യ സ്ഥാപനങ്ങളും അടിസ്ഥാനപരമായിട്ട് രോഗികളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അവിടെ ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിനോ നഴ്സിനോ അല്ല, മറിച്ച് ആർക്കാണ്? പേഷ്യന്റിനാണ് കൂടുതൽ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ്. അതുകൊണ്ടാണ് പേഷ്യന്റ് സെൻട്രിക്, അതായത് പേഷ്യന്റിനെ കേന്ദ്രീകരിച്ച് ഉള്ളതാണ്. ആണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഹോസ്പിറ്റൽ ഫംഗ്ഷനിങ്. ഒരു ഹോസ്പിറ്റൽ ഫംഗ്ഷനിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞു പേഷ്യന്റിനാണ് കൂടുതൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലെ മെയിൻ റോൾ എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ്. ഇനി ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനിങ് നടക്കുന്നതിനായിട്ടുള്ള ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. ദെൻ മൂന്നാമത്തെ നോക്കാം. അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഈസ് കോൺടെന്റ്മെന്റ് ഓഫ് ഇറ്റ്സ് കസ്റ്റമർ അല്ലെ. അതായത് എന്താണ്? ആശുപത്രിയുടെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം, ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഉപഭോക്താവിന്റെ സംതൃപ്തി, മീൻസ് കസ്റ്റമറിന്റെ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. കസ്റ്റമറിന്റെ സംതൃപ്തിയാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ്, not only to satisfy and care for patient and families, but also positive outcomes for the staff, the community and health organization. അല്ലെ, എന്താണ് പറയുന്നത്? നോട്ട് ഓൺലി രോഗിയെയും കുടുംബത്തെയും തൃപ്തിപ്പെടുത്താനും പരിപാലിക്കുക അല്ലെ. രോഗിയെയും അല്ലെങ്കിൽ ആ ഒരു ഫാമിലിനെയും തൃപ്തിപ്പെടുത്തണം മീൻസ് നല്ല ട്രീറ്റ്മെന്റും കെയറും കാര്യങ്ങളൊക്കെ നൽകി അവരെ സംതൃപ്തരാക്കുക എന്നതിന് പുറമെ അത് മാത്രമല്ല സമൂഹത്തിനും അല്ലെ, അതായത് കമ്മ്യൂണിറ്റിക്കും അല്ലെങ്കിൽ ഹെൽത്ത് ഓർഗനൈസേഷൻ സമൂഹത്തിനും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആരോഗ്യ സംഘടനകൾക്കും അവിടുത്തെ ജീവനക്കാർക്ക് അല്ലെ സ്റ്റാഫുകൾക്കും നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുക അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നതാണ് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണ് ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത് പോയിന്റ് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ റിലേസ് ഓൺ വർക്കേഴ്സ് മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യന്റ് അല്ലെ. ശരിയല്ലേ? അവർ നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണല്ലേ നേഴ്സസ് പേഷ്യൻസിന് വേണ്ടി.
അവരുടെ ഒത്തിരി സമയം ചിലപ്പോൾ നമ്മളോടൊപ്പം ചിലവഴിക്കും, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മെഡിസിൻ തരിക മാത്രമല്ല, നമ്മളെ കൂടെ എന്തെങ്കിലും എന്തെങ്കിലും പേടിപ്പിക്കുകയാണോ കൂടുതൽ ചെയ്യുന്നത്? അല്ല, അതിനൊക്കെ കുറച്ച് ഒരു ട്രീറ്റ്മെന്റിന് പുറമെ നമുക്ക് കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളുടെ ഒപ്പം നിന്ന് എന്താ രോഗം ഭേദമാകും, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും സംസാരിക്കില്ല. അതൊക്കെ അവരുടെ ഒരു ഡെഡിക്കേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലെ? ഡ്യൂട്ടി ടുവേർഡ്സ് പേഷ്യന്റിനോടുള്ള ഒരു ഡെഡിക്കേഷൻ തന്നെയാണ് ഒരു നഴ്സസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യുന്നത്. അപ്പോ തൊഴിലാളികളുടെ പ്രചോദനത്തിന്റെ അർപ്പണബോധവും രോഗികളോടുള്ള കടമയും, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രചോദനം കൊടുക്കുക വർക്കേഴ്സിന്, പിന്നെ അർപ്പണബോധം, ഡെഡിക്കേഷൻ, അല്ലെ? അതായത് ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്, ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് വേണ്ടി അവർ സപ്പോർട്ടീവായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെല്ലാം ആണ് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷന്റെ ലക്ഷ്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? 5 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഓക്കെ, ഷാരോടൊന്ന് 5 പോയിന്റ്സ് ഒന്ന് വായിക്കാമോ? ഇപ്പൊ പറഞ്ഞില്ലേ ഒബ്ജക്റ്റീവ്സ്? വായിച്ചോളൂ 5 പോയിന്റ്സ് കേട്ടോ. Healthcare institutions are basically patient-centered. എന്താണ് പറയുന്നത്? പേഷ്യന്റ് കേന്ദ്രീകൃതമായിരിക്കും. സെക്കൻഡ് പോയിന്റ്, Patient satisfaction is the strongest determinant of hospital functioning. then Ultimate goal of the hospital is the containment of its customer, not only to safety and care for patients and families, but also positive outcome for the staff, the community and health organization. Patient satisfaction relies on workers' motivation, dedication and duty towards the patients. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ക്ലിയർ അല്ലേ? എളുപ്പമാണ്. 4 പോയിന്റ്സ് എല്ലാത്തിലും പറയുന്നത് എന്താണ്? പേഷ്യന്റ് ഇമ്പോർട്ടന്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അവരുടെ നീഡ്സും റിക്വയർമെന്റ്സ് ഒക്കെ നടത്തി കൊടുക്കുക. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓക്കെ ആണല്ലോ? രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? എളുപ്പമല്ലേ? Okay, miss. ദെൻ നോക്കാം. നെക്സ്റ്റ് ഇതൊന്ന് തുടങ്ങി വെക്കുന്നു അവരുടെ ടീച്ചർ. ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഇങ്ങനെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ അളക്കുന്നതിനുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന്, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാണ് പറയുന്നത് കേട്ടോ. പ്രയോജനമുണ്ടാ? എന്താണ് പ്രയോജനം അതിന്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കിയിട്ട് പ്രയോജനം എന്താണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട്? ഒന്നുമില്ലേ പ്രയോജനം? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അവരുടെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മള് നമുക്ക് അവർക്ക് സേവനം നല്ലതായിട്ട് തോന്നിയാൽ നമ്മൾ എന്ത് പറയും? മറ്റുള്ളവർക്കും കൂടി അത് ഡിസൈഡ് ചെയ്ത് കൊടുക്കും, അല്ലെ? പറഞ്ഞു കൊടുക്കും, നല്ലതാണ് ആ ഹോസ്പിറ്റല്, ഇവിടെ പോയിക്കോളൂ, അവിടുത്തെ സേവനങ്ങളും നല്ല നമുക്ക് കംഫർട്ടബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതൊക്കെ ഈ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നോക്കാട്ടോ. Patient satisfaction is an important scale to measure overall healthcare quality. With the help of patient satisfaction surveys, continuous measuring of patient satisfaction and improving patient experience can be attained. It is an invaluable tool to catch patient feedback without much effort. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കെയിൽ ടു മെഷർ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കെയിൽ ആണ്. ടു മെഷർ എന്തിനു വേണ്ടി? ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി, മൊത്തത്തിലുള്ള ഒരു ഹെൽത്ത് കെയറിന്റെ ഗുണനിലവാരം അളക്കാനായിട്ടുള്ള ഒരു ടൂളാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നത്. വിത്ത് ഹെൽപ്പ് ഓഫ് സർവേസ്, നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യനെയറിന്റെയോ സർവേസിന്റെയോ ഹെൽപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. കണ്ടിന്യൂസ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ക്യാൻ ബി അറ്റൈൻഡ്. നമുക്ക് അതിലൂടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ആൻ ഇൻവാലുവബിൾ ടൂൾ. ഇതൊരു ഇൻവാലുവബിൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ്. ടു ക്യാച്ച് പേഷ്യന്റ് ഫീഡ്ബാക്ക്. എന്തിനു വേണ്ടി? പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. വിത്തൗട്ട് മച്ച് എഫേർട്ട്, ഞാൻ പറഞ്ഞില്ലേ, വലിയ പണിയൊന്നും ഇല്ലാണ്ട്, വലിയ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു സർവീസിലൂടെ പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത് കേട്ടോ.
വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. 5 reasons why you should measure patient satisfaction. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തിനൊക്കെ മെയിൻ ആയിട്ട് 5 കാരണങ്ങൾ അല്ലെ ഈ മെഷർ ചെയ്യാൻ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് മെഷർ ചെയ്യുന്നത്, അതിന്റെ റീസൺസ് ആണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ രണ്ടുപേരുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടോ കയ്യില്? ഉണ്ട് മിസ്സേ. ഉണ്ട്. ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്കില് ആ ഒരു ചാപ്റ്ററിന്റെ പേര് ജസ്റ്റ് ആദ്യം ഒന്ന് ചാപ്റ്ററിന്റെ പേരൊന്ന് എഴുതി വേഗം. ഹെഡിങ് ആയിട്ട് എഴുതിക്കോട്ടോ. ചാപ്റ്ററിന്റെ പേര് എഴുതാം, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എഴുതിയോ? പേര് എഴുതിയോ ചാപ്റ്ററിന്റെ? എഴുതി. ഷാരോൺ എഴുതിയോ? എഴുതി മിസ്സേ. ഓക്കെ, ദെൻ ഇങ്ങനെ ഒരു ചെറിയൊരു ഹെഡിങ് കൊടുക്കട്ടോ. 5 reasons why you should measure patient satisfaction. ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾ എഴുതണമെങ്കിൽ എഴുതിക്കോട്ടെ, കുഴപ്പമില്ല. സംഭവം മനസ്സിലാവുന്നുണ്ട്. ഷോർട്ട് ആക്കിയിട്ട് പിന്നീട് വായിക്കുമ്പോ എന്താണെന്ന് വിചാരിക്കരുതും. അതുപോലെ മര്യാദ നല്ല രീതിയിൽ എഴുതാട്ടാ. Five reasons why you should measure patient satisfaction. എഴുതിയോ ഹെഡിങ്? യെസ് ടീച്ചർ. ഓക്കെ, ദെൻ നമുക്ക് 5 reasons ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പിക്ചർ ഒന്നും വരയ്ക്കേണ്ട, ഓരോ 1 എന്ന് നമ്പർ കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് 1 ആ ഒരു ഹെഡിങ് മാത്രം ഒന്ന് എഴുതി. ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. To provide top tier patient care service. First one. Okay, second point എഴുതിക്കോട്ടോ. സെക്കൻഡ്, ടു നോ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. പോയിന്റ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. To know the performance of the hospital staff. Third point എഴുതാ. To know miffed and angry patients. To know miffed and angry patients. Then fourth, to improve patient experience. To improve patient experience. And last one, to improve patient retention. To improve patient retention. രണ്ടുപേരും എഴുതി കഴിഞ്ഞായിരുന്നോ 5 പോയിന്റ്സ്? കഴിഞ്ഞു മിസ്സേ. ഷാര എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ നോക്കാം.
5 പോയിന്റ്സ് ആണ്, 5 റീസൺസ് ആണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ഏതായിരുന്നു? ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. എന്താണ് ടു പ്രൊവൈഡ്? ടോപ്പ് ടയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്ന തലത്തിലുള്ള, അല്ലെ, അല്ലെങ്കിൽ ഉയർന്ന തല രോഗി പരിചരണ സേവനം നൽകുക. അതായത് നല്ല രീതിയിലുള്ള ടോപ്പ് ആയിട്ടുള്ള, ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ സെക്കൻഡ് എന്തായിരുന്നു? ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്, അല്ലെ. ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ പെർഫോമൻസ് ഒക്കെ മെഷർ ചെയ്യുക. ദെൻ മൂന്നാമത്തത് ടു നോ ആംഗ്രി ആൻഡ് മിഫ്ഡ് പേഷ്യന്റ്. മിഫ്ഡ് മീൻസ് എന്താണ്? മിഫ്ഡ് എന്ന് വെച്ചാല് അറിയോ? മിഫ്ഡ് കേട്ടിട്ടുണ്ടോ വേർഡ്? ഓക്കെ, ഷാരോൺ കേട്ടിട്ടുണ്ടോ? ഇല്ല മിസ്സേ. ഓക്കെ, ആംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യം എന്നുള്ള ഒരു മീനിങ് ഇല്ലേ? മിഫ്ഡും ആ ഒരു സെയിം മീൻസ്, അതായത് ഇൻപേഷ്യന്റ് ആയിരിക്കുക മീൻസ് എന്താണ്? ഒരു എന്താണ് പറയാ, ഒരു ക്ഷമയോട് കൂടി ഇരിക്കുന്ന ഒരു പേഷ്യന്റ് അല്ല, അങ്ങനത്തെ പേഷ്യന്റ് അല്ല, ക്ഷമയോട് കൂടിയുള്ള ഒരു മാനസികാവസ്ഥ അല്ല, മറിച്ച് ദേഷ്യവും അല്ലെങ്കിൽ എന്താ പറയാ ഒരു വാശി, പിണക്കം, അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ് ആണ് മിഫ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആംഗ്രി ആയിട്ടുള്ള, മിഫ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ തിരിച്ചറിയുക, ടു നോ. ദെൻ ഫോർത്ത് പോയിന്റ് ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്. പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ്, കെയർ ഇംപ്രൂവ് ചെയ്യുക. കുറച്ചും കൂടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ ഇംപ്രൂവ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കെയറും അവരുടെ അനുഭവങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുക. ദെൻ ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ്. റിട്ടൻഷൻ മീൻസ് ധാരണ. നമ്മൾ പറഞ്ഞില്ലേ, നമുക്കൊരു ധാരണ കിട്ടും, അല്ലെ, ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണ നമുക്ക് ലഭിക്കും, അല്ലെ, അവിടുത്തെ സേവനങ്ങളുടെ ഒക്കെ ഒരു ധാരണ നമുക്ക് ലഭിക്കുമല്ലോ. ആ ഒരു ധാരണയുടെ റേറ്റ്, അതായത് ആ ഒരു നിലവാരമൊക്കെ എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യിക്കണം. ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കുറച്ചും കൂടി സൗകര്യങ്ങളും സേവനങ്ങളും അല്ലെങ്കിൽ സൗകര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? മെച്ചപ്പെടുത്തി കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് 5 റീസൺസ് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ കണ്ടിന്യൂവേഷൻ വരുന്നത് ഈ ഓരോ 5 റീസൺസിന്റെയും അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് ഓരോ പോർഷൻസിൽ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് എടുക്കുന്നുള്ളൂ. ഇപ്പൊ ഇത്രയും എടുത്ത് നിങ്ങൾക്ക് ബോറായോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ബോറായിട്ട് തോന്നിയോ ക്ലാസ്? നമുക്ക് കണ്ടിന്യൂസ് ഇരിക്കുമ്പോ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. നമുക്ക് അധികം നേരമൊന്നും അങ്ങനെ നിങ്ങൾക്ക് എടുത്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇത്രയും വരെ ടീച്ചർ എടുക്കുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് പാർട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് നമ്മൾ എവിടെ വരെ നോക്കി ഒന്ന് പറഞ്ഞു പോണേന് കേട്ടോ. അപ്പൊ നമ്മൾ നോക്കി മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് നോക്കിയത്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ സംബന്ധിച്ച് പറഞ്ഞായിരുന്നു, അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു കമ്പാരിറ്റീവ് ഫിനോമിനയാണ് അത്. എന്താണ് 1960 തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു, റിസർച്ചുകളൊക്കെ നടത്തി. 70-ലും പിന്നെ എന്താണ് 80-ന്റെ തുടക്കത്തിലൊക്കെ ഇങ്ങനെയുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി. ഇതിൽ നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ലൈഫും ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫാണ് കൂടുതൽ. ആ ഒരു ആസ്പെക്റ്റിനാണ് അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ നമുക്ക് തരുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് വിലയിരുത്തുന്നത് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു ഒരു നമുക്ക് എന്താ പറയാ ഒരു നല്ല രീതിയിലുള്ള ഒരു നമുക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മറ്റുള്ളവർക്കും കൂടി അത് പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ശുപാർശ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റൽ ആയിട്ടുള്ള ഒരു മെട്രിക് സ്കെയിൽ എന്ന് തന്നെ പറയാം. ഹെൽത്ത് ക്വാളിറ്റി അളക്കാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആയിട്ട് നമുക്ക് പറയാം. ദെൻ നമ്മൾ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റ് സർവീസുകൾ കൊടുക്കും എന്ന് പറഞ്ഞു. അത് വലിയ പണിയൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ എന്താ വിത്തൗട്ട് എഫേർട്ടഡ് ആയിട്ടുള്ള കാര്യമാണ് സർവീസ് കൊടുക്കുക എന്നുള്ളത്, അല്ലെ. ഇപ്പൊ സർവീസ് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങള് ഫീഡ്ബാക്ക് ചെയ്തിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലെ. ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോയിന്റ്മെന്റ്സും ട്രാവൽസും കോസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉൾക്കൊള്ളിച്ചെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു ആ ഒരു എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ആ ഒരു കംപ്ലൈൻസ് ഇങ്ങനെയുള്ളൊരു നല്ല രീതിയിലുള്ള ഒരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ അവിടെ കംപ്ലൈൻസുകൾ വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെയുള്ളൊരു മെഷർമെന്റ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നടത്തുന്നത് ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആണ് ഫോർ റിസർച്ചിനും അഡ്മിനിസ്ട്രേഷനും പ്ലാനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആണെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ ഓരോ കുറച്ച് പോയിന്റ്സുകളായിട്ട് പറഞ്ഞായിരുന്നു. ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു സൂചിക തന്നെയാണ്, അല്ലെ. അതായത് മെഡിക്കൽ സ്റ്റാഫിന്റെയും അല്ലെങ്കിൽ ഫിസിഷ്യൻ, നേഴ്സ്, എക്യുപ്മെന്റ്സ് എല്ലാത്തിലും അടങ്ങിയിട്ടുള്ള ഒരു സൂചികയായിട്ടാണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞത്. ദെൻ നമ്മൾ പറഞ്ഞു
ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ ആ പേഷ്യന്റ് ആണ് അതൊക്കെ സജസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് സ്ട്രാറ്റജീസും അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഒക്കെ രേഖപ്പെടുത്തുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞു ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൈൻ ഓഫ് ഹൗ പേഷ്യന്റ് റെക്കഗ്നൈസ്ഡ് അതർ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് കെയർ അല്ലെ. നമ്മൾ പറഞ്ഞു മറ്റുള്ള ഒരു ക്വാളിറ്റി ആസ്പെക്ട്സിന്റെ കെയർ ഒക്കെ ചെയ്യുന്നതും ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ വരുന്ന ഒരു മറ്റു ഗുണപരമായിട്ടുള്ള വശങ്ങളൊക്കെ രോഗി ഇങ്ങനെ തിരിച്ചറിഞ്ഞു എന്നതിന്റെ ഒരു അടയാളമാണെന്ന് പറയാം അല്ലെ. 4th പോയിന്റിൽ നമ്മൾ പറഞ്ഞു ഒരു എന്താ പറയാ ഗോൾസ് അല്ലെ, അത് നമ്മുടെ ലക്ഷ്യങ്ങൾ, അതായത് ആരോഗ്യ പരിപാലനത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷനെ പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ദെൻ നമ്മൾ ലാസ്റ്റ് വൺ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ്. മെയിൻ ആയിട്ട് 5 ഒബ്ജക്റ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസിക്കലി എന്താണ് അവർക്ക് പേഷ്യന്റിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് ഒരു സിസ്റ്റം ആയിരിക്കും ഒരു ഹോസ്പിറ്റലിലുള്ളത്. ദെൻ നമ്മൾ പറഞ്ഞു ഒരു സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഹോസ്പിറ്റൽ ഫംഗ്ഷനിങ് നടത്തണമെങ്കിൽ അവിടെ എന്ത് വേണം, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു കസ്റ്റമറിന്റെ ഒരു അവരുടെ ഒരു കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അൾട്ടിമേറ്റ് ഗോൾ എന്നതുകൊണ്ട് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റിനും ഫാമിലിക്കും മാത്രമല്ല മറിച്ച് ഒരു കമ്മ്യൂണിറ്റിക്കും അല്ലെങ്കിൽ ഹെൽത്ത് ഓർഗനൈസേഷനും അത് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ നമ്മൾ പറഞ്ഞു വർക്കേഴ്സിന്റെ മോട്ടിവേഷൻ, അവരുടെ ഡെഡിക്കേഷൻ, ഡ്യൂട്ടി, പേഷ്യന്റിന് തമ്മിലുള്ള ഒരു ഡ്യൂട്ടി മോട്ടിവേഷൻ ഒക്കെ ഇതില് ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാം. ദെൻ നമ്മൾ പറഞ്ഞത് ഒരു 5 റീസൺസ് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുത്തത്. ഇത്രയും നിങ്ങൾക്ക് കുറച്ച് ടഫാണെന്ന് എനിക്ക് അറിയാം, പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തതാണ്, എങ്കിലും കുഴപ്പമില്ലല്ലോ. നമ്മൾ പയ്യെ എന്താ പറയാ കുറച്ച് എടുത്തപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഷാരോൺ, തുഷാര, കുഴപ്പമില്ലല്ലോ? ക്ലാസ് എങ്ങനെയുണ്ട്? ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? തുടക്കത്തില് നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോ അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് വരാം, പക്ഷെ കുഴപ്പമില്ല, നമുക്കത് കുറച്ച് റിപ്പീറ്റ് ചെയ്തൊക്കെ മാക്സിമം നമുക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം പറഞ്ഞു തരും കേട്ടോ. ഇനി അതിൽ ചിലത് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ എന്താ പറയാ എക്സാമ്പിൾസ് ഒന്നും ചിലപ്പോ നമുക്ക് ചില ടേമുകളും കാര്യങ്ങളും തരാൻ പറ്റില്ല. ആ ഒരു സെയിം ടേമൊക്കെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും അതിപ്പോ ഏതൊരു കോഴ്സിലായാലും എല്ലാ ചാപ്റ്റേഴ്സും ഒന്നും നമുക്ക് എളുപ്പമായിരിക്കില്ല. കുറച്ച് ടഫ് ഉണ്ടാവും, കുറച്ച് പാടുണ്ടാവും, പിന്നെ എന്താ പറയാ നോർമലായിട്ട് വരുന്നതൊക്കെ ഉണ്ടാവും അല്ലെ. അതെല്ലാം നമ്മൾ പഠിക്കണമല്ലോ എന്തായാലും. ഓക്കെ, നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ബോറായിട്ട് തോന്നിയോ നിങ്ങൾക്ക് ക്ലാസ് ഇന്ന് കുറച്ച് എക്സ്ട്രാ എടുത്തപ്പോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സില് കോപ്പി വേണം. പോയി കൊടുത്തു 3 പേരുടെ കയ്യിൽ കോപ്പി എന്തായാലും വേണം കേട്ടോ. ബുക്കും നോട്ട്ബുക്കും കയ്യിൽ കരുതാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, Miss.